Okay, so the first question, frogs are warm-blooded, homeothermic, heterothermic, poikilothermic. അപ്പോൾ ഫ്രോഗ്സ് എന്താണ്? വാം ബ്ലഡഡ് ആണോ? എന്താ വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ? വാം ബ്ലഡഡ് അനിമൽസിന് ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹോമിയോതേംസ് അല്ലെ? എന്താണ് ഹോമിയോതേംസ്? അപ്പൊ ഇത് രണ്ടും സെയിം ആയി, എയും ബിയും സെയിം ആയി. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമിയോതേമിക് ആയിട്ടുള്ള അനിമൽസിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ദേ ക്യാൻ മെയിൻറ്റെയിൻ a constant body temperature. They can maintain a constant body temperature. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് അല്ലെങ്കിൽ അനിമൽസിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് വിളിക്കുക. കാരണം ഇവർക്ക് നമ്മുടെ എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മാറുന്നില്ല. അവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് എബിലിറ്റി ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് അനിമൽസ് അല്ലെങ്കിൽ ഹോമിയോതേമിക് അനിമൽസ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താ പോയിക്കിലോതേമിക് എന്ന് പറഞ്ഞാൽ? എന്താ പോയിക്കിലോതേമിക്? പോയിക്കിലോതേമിക് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ് പോയിക്കിലോതേംസ് അല്ലെ? കോൾഡ് ബ്ലഡഡ് അനിമൽസ്. എന്താ കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ? ദേ കനോട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ദേ കനോട്ട് maintain a constant body temperature. A constant body temperature. അതായത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇവരുടെ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കോൾഡ് ബ്ലഡഡ് അനിമൽസ് അല്ലെങ്കിൽ പോയിക്കിലോതേംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രോഗ് എന്താടാ? വാം ബ്ലഡഡ് ഓർ ഹോമിയോതേംസ് ആണോ? കോൾഡ് ബ്ലഡഡ് ഓർ പോയിക്കിലോതേംസ് ആണോ? എന്താണ് ആൻസർ പറഞ്ഞത്? എന്താണ്? നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞതാ. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ പറയണം. എന്താണത്? ദേ ആർ പോയിക്കിലോതേംസ്. അതായത് ദേ ആർ കോൾഡ് ബ്ലഡഡ്. അവർ കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. കാരണം അവർക്ക് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ എൻവയോൺമെന്റിന്റെ ടെമ്പറേച്ചർ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. സോ ദേ ആർ പോയിക്കിലോതേംസ് ഓർ കോൾഡ് ബ്ലഡഡ് അനിമൽസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഇൻഡിക്കേറ്റ് എ തേർഡ് ഐലിഡ് ഇൻ ഫ്രോഗ് ടു പ്രൊട്ടക്ട് ദം ഇൻ വാട്ടർ? ഈ തന്നിരിക്കുന്ന ഭാഗങ്ങളിൽ ഫ്രോഗിന്റെ തേർഡ് ഐലിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അതായത് നമുക്ക് എത്ര ഐലിഡ് ഉണ്ട്? രണ്ട്. മുകളിൽ ഒന്ന്, താഴെ ഒന്ന്. ഇത് നമ്മൾ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ശരിക്കും ഫ്രോഗിന് 2 ഐലിഡ് ഉണ്ട് നമ്മളെ പോലെ തന്നെ. ഇതിന് പുറമെ അവർക്കൊരു മൂന്നാമത്തെ ഐലിഡ് കൂടിയുണ്ട്, തേർഡ് ഐലിഡ് കൂടിയുണ്ട്. ഓക്കെ, ആ തേർഡ് ഐലിഡ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്രോഗ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ഈ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന സമയത്ത്, വെള്ളത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിനെ വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു തേർഡ് ഐലിഡ് ഉള്ളത്. സോ ആദ്യം ഈ തേർഡ് ഐലിഡ് ആണ് ഇവരെ ഐസിനെ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കുള്ള പോലെ അവർക്കുള്ള ഐലിഡ് കംപ്ലീറ്റ് ആയിട്ട് ഐസിനെ ക്ലോസ് ചെയ്യുന്നുള്ളൂ. സോ ഈ തേർഡ് ഐലിഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്ലോയേക്ക എന്നാണോ? ടിംപാനം എന്നാണോ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്നാണോ? ബിഡേഴ്സ് കനാൽ എന്നാണോ? എന്താണ് വിളിക്കുക? ഇതാണ് തേർഡ് ഐലിഡ് കേട്ടോ. ഇതാണ് തേർഡ് ഐലിഡ്. ഓക്കെ, എന്താണ് അതിനെ വിളിക്കുക? നമ്മൾ അതിനെ വിളിക്കുന്നത് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്നാണ് കേട്ടോ. ദ തേർഡ് ഐലിഡ് ഓഫ് ഫ്രോഗ് ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. തേർഡ് ഐലിഡ് ഓഫ് ഫ്രോഗ് ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ക്ലോയേക്ക എന്താന്ന് നമുക്കറിയാം. അതായത് ഫ്രോഗില് ഫീക്കൽ മാറ്റർ, യൂറിൻ, ഗാമീറ്റ്സ് ഇതിനൊക്കെ റിസീവ് ചെയ്യുന്ന ദ 3-in-1 കോമൺ ചേംബറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്ലോയേക്ക എന്ന് വിളിക്കുക അല്ലെ? ഓക്കെ, സോ അതല്ല. ടിംപാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് പിന്നെയുണ്ട്, അവർക്ക് പിന്നെയുണ്ടോ? ഇല്ല, അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഇല്ല. അവരുടെ ഇയർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് ടിംപാനമാണ് അല്ലെ? ഇയറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അവർക്ക് എന്തുണ്ട്? മെംബ്രെയിനസ് ടിംപാനം ഉണ്ട് ഫോർ റിസീവിംഗ് ദ സൗണ്ട് സിഗ്നൽസ്. സോ ഇതും അല്ല വരുന്നത്. ബിഡേഴ്സ് കനാൽ എന്ന് പറഞ്ഞാൽ എന്താ ബിഡേഴ്സ് കനാൽ? ആക്ച്വലി നമുക്കറിയാം, ഇപ്പൊ ഫ്രോഗിന്റെ ടെസ്റ്റസും ഫ്രോഗിന്റെ കിഡ്നിയും തമ്മിൽ ഒരു ഫങ്ഷണൽ കണക്ഷൻ വരുന്നുണ്ട് അല്ലെ? അതായത് ടെസ്റ്റസിൽ ഉണ്ടായ സ്പേം എന്ത് ചെയ്യും? വാസ എഫറൻഷ്യ വഴി കിഡ്നിയുടെ മേലെയുള്ള കുഞ്ഞി കമ്പാർട്ട്മെന്റ്സിലേക്ക് എത്തും. ആ
കമ്പാർട്ട്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ബിഡേഴ്സ് കനാൽ. ഈ ബിഡേഴ്സ് കനാൽ ആണ് എന്ത് ചെയ്യുക, ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യ വഴി എത്തിയ സ്പേമിനെ അവരുടെ യൂറിനോ ജെനൈറ്റൽ ഡക്ട് അല്ലെങ്കിൽ യൂറിറ്ററിലേക്ക് പാസ് ചെയ്യിക്കുന്നത്. ദാറ്റ് ഇസ് ബിഡേഴ്സ് കനാൽ. ഓക്കെ, അത് മെയിൽ ഫ്രോഗിലാണുള്ളത് കേട്ടോ, മെയിൽ ഫ്രോഗ്. സെറ്റ് ആയല്ലോ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഇസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഇൻ ഫ്രോഗ് റിസീവ് സൗണ്ട് സിഗ്നൽസ്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രോഗിന് നമ്മളെ പോലെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്ന ഇല്ല. അതിന് പകരം അവർക്ക് എന്താ ഉള്ളത്, അതായത് അവർക്ക് എന്തായാലും ചുറ്റിലുമുള്ള സൗണ്ട് ഒക്കെ സെൻസ് ചെയ്യണം അല്ലെ. സോ അവർക്കൊരു സെൻസ് ഓർഗൻ വേണം. അപ്പൊ അവർക്ക് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്നെ ഇല്ല. അതിന് പകരം ഇയറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് മെംബ്രേനിയസ് ടിംപാനമാണ് ഉള്ളത്. എന്താണ്? മെംബ്രേനിയസ് ടിംപാനം. മെംബ്രേനിയസ് ടിംപാനം. നമ്മുടെ ടിംപാനം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ചെവിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ, ഇയർ ഡ്രോം. ഓക്കെ, അതിനെയാണ് ടിംപാനം. സോ ഇവരുടെ ടിംപാനം ഇരിക്കുന്നത് വെളിയിലാണ്, പുറത്താണ് കേട്ടോ. ഓക്കെ, സോ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ അല്ല. നമ്മൾ പറഞ്ഞു നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത് തേർഡ് ഐലിഡ് ഓഫ് ഫ്രോഗ് ആണ്, സ്കിൻ അല്ല, നോസ്ട്രിൽ അല്ല അല്ലെ. സോ ദ ആൻസർ ഇസ് ടിംപാനം. ഈ കാണുന്ന റൗണ്ട് സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ടിംപാനം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എന്തിനെ റിസീവ് ചെയ്യുക? ചുറ്റിലുമുള്ള സൗണ്ട് സിഗ്നൽസിനെ റിസീവ് ചെയ്യുക, ശബ്ദത്തിനെ സ്വീകരിക്കുന്നത് ഈ പുറത്ത് കാണുന്ന ടിംപാനമാണ്. ടിംപാനം ഇരിക്കുന്നത് അവരുടെ രണ്ട് കണ്ണിന്റെ എയ്തർ സൈഡ്സിലാണ് ആയിട്ടാണ് കേട്ടോ. അതായത് കണ്ണുകളുടെ മുകളിൽ ഏകദേശം ഇങ്ങനെ സൈഡിലേക്കായിട്ടാണ് ആരിക്കുന്നത്, ഈ മെംബ്രേനിയസ് ടിംപാനം ഇരിക്കുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അതിന്റെ ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വാസ്കുലർ സിസ്റ്റം ഓഫ് ഫ്രോഗ് ഇസ്. ഇപ്പൊ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് എ സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം. നമ്മളെപ്പോലെ തന്നെ ഫ്രോഗിലും എന്തുണ്ട്? ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഹാർട്ടിന് ചേമ്പേഴ്സ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് ബോഡിയിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഫ്രോഗിന്റെ ഈ വാസ്കുലർ സിസ്റ്റം എങ്ങനെയാണ്? ക്ലോസ്ഡ് ടൈപ്പ്, 2 ചേമ്പേർഡ് ഹാർട്ട് covered by pericardium ആണോ? ഓപ്പൺ ടൈപ്പ്, 3 ചേമ്പേർഡ് ഹാർട്ട് covered by pericardium. ക്ലോസ്ഡ് ടൈപ്പ്, 3 ചേമ്പേർഡ് ഹാർട്ട് covered by pericardium. ഓപ്പൺ ടൈപ്പ്, 3 ചേമ്പേർഡ് ഹാർട്ട് covered by pericardium. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ക്ലോസ്ഡ് ടൈപ്പ്, എന്താണ് ഓപ്പൺ ടൈപ്പ് എന്ന് നോക്കാം. എന്താണ് മക്കളെ ക്ലോസ്ഡ് ടൈപ്പ്? ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഉണ്ട്. ഈ ഹാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നുണ്ട്. ആ ബ്ലഡ് നമ്മുടെ ടിഷ്യൂസിലേക്കൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഈ ബ്ലഡിനെ ടിഷ്യൂസിലേക്കൊക്കെ എത്തിക്കുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അതായത് രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്നു. അതിന് ആർട്ടറീസും വെയിൻസും കാപ്പിലറീസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യിക്കാൻ ടിഷ്യൂസിലേക്കും സെൽസിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ എന്താ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം? ഹാർട്ട് ഉണ്ട്, ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബ്ലഡ് നേരിട്ട് ബോഡി ക്യാവിറ്റിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു അല്ലെ, നേരിട്ട് ബോഡി ക്യാവിറ്റിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ ബ്ലഡിനെ ക്യാരി ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ, സർക്കുലേറ്റ് ചെയ്യാൻ ആരില്ല? നമ്മളെ ബ്ലഡ് വെസൽസ് ഇല്ല. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം. ശരിക്കും ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് ഇപ്പൊ നമ്മുടെ കോക്രോച്ച്, അതിനൊക്കെ എന്താണ്? ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് അല്ലെ. നമുക്കൊക്കെ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്, കാരണം നമുക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഫ്രോഗിനോ? ഫ്രോഗിന് എങ്ങനെയാണ് ഫ്രോഗിന് നമ്മളെ പോലെ തന്നെ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിനെ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എന്ത് ചെയ്തോളും? ടിഷ്യൂസിലൊക്കെ കൊണ്ടുകൊടുക്കും. തിരിച്ച് ബ്ലഡിനെ ഹാർട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പൊ ഇതിനൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ട് കേട്ടോ. എത്ര ചേമ്പേർഡ് ഹാർട്ടാണ് ഫ്രോഗിനുള്ളത്? ഹൗ മെനി ചേമ്പേഴ്സ്? എത്ര അറകളാ? നമുക്ക് 4 ആണ്. നമ്മളെ പോലെ 4 എണ്ണം ഉണ്ടോ? ഇല്ല. അവർക്കുള്ളത് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 3 ചേമ്പേർഡ് ഹാർട്ട്. ഓക്കെ, 3 ചേമ്പേർഡ് എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ഏട്രിയം ഉണ്ട്, ഒരു ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, പിന്നെ ഒരു വെൻട്രിക്കിൾ ഉണ്ട്. വെൻട്രിക്കിൾ ഇസ് കോമൺ. അപ്പൊ അവർക്ക് ഏട്രിയ 2 എണ്ണം ഉണ്ട്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. പക്ഷെ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ എത്ര ചേമ്പേഴ്സ് ആയി? 3 ചേമ്പേഴ്സ് ആയിട്ടോ. സോ ഇറ്റ് ഇസ് 3 ചേമ്പേർഡ് ഹാർട്ട്. ഇനി ഒരു ഹാർട്ടിനെ ഒരാൾ വന്ന് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഹാർട്ടിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അപ്പൊ ഹാർട്ടിനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ ഹാർട്ടിനെ പൊതിഞ്ഞിരിക്കുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. അപ്പൊ ഹാർട്ടിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? ഹാർട്ട് ഇസ് കവേർഡ് ബൈ
പെരികാർഡിയം. ഓക്കെ, സോ വാസ്കുലർ സിസ്റ്റം ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ടൈപ്പ് ആണ് ബിക്കോസ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ്, 3 chambered heart, 2 atria, right, left and 1 ventricle, and heart is covered by a membrane or a layer called pericardium. ഓക്കെ, അത് സെറ്റ് ആയല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത്, ഫ്രോഗ് ഈസ് എ ഡാഷ് ആനിമൽ. ഫ്രോഗ് എന്ത് ആനിമലാ? ഫ്രോഗ് എന്ത് ആനിമലാ? അതായത് ലൈക്ക് ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് അവരുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഫ്രോഗ് യൂറിക്കോടെലിക് ആണോ, യൂറിയോടെലിക് ആണോ, അമോണോടെലിക് ആണോ? നമ്മളൊരു ഓർഗാനിസിനെ യൂറിയോടെലിക്, അമോണോടെലിക് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്? ആസ് പെർ ദെയർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, അതായത് അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ നൈട്രോജീനസ് വേസ്റ്റ് അല്ലെ, നൈട്രോജീനസ് വേസ്റ്റ് ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരെ എന്ത് അനിമൽ ആണ് എന്ന് നിശ്ചയിക്കുക അല്ലെ, നൈട്രോജീനസ് വേസ്റ്റ്. സോ യൂറിക്കോടെലിക് ഓർഗാനിസം ആണെങ്കിൽ അവരുടെ നൈട്രോജീനസ് വേസ്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും. ഇനി യൂറിയോടെലിക് ഓർഗാനിസം ആണെങ്കിൽ അവരുടെ നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആയിരിക്കും. ഇനി അമോണോടെലിക് ഓർഗാനിസം ആണെങ്കിൽ അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അമോണിയ ആയിരിക്കും. അപ്പൊ ഫ്രോഗ് ഇതിൽ എന്താണ് വേസ്റ്റ് ആയിട്ട് കളയുന്നത്, എന്താണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ട് കളയുന്നത്, അതിനനുസരിച്ചാണ് അവർ ഏത് ആനിമലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എന്താ അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്? ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇസ് യൂറിയ. ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്താണ്? യൂറിയ. സോ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? ദേ ആർ യൂറിയോടെലിക് ഓർഗാനിസംസ്. അവരെന്താണ്? യൂറിയോടെലിക് ഓർഗാനിസംസ് ആണ്. അപ്പൊ ഫ്രോഗ് യൂറിക്കോടെലിക് അല്ല, അമോണോടെലിക് അല്ല, അവരെന്താണ്? യൂറിയോടെലിക് ഓർഗാനിസം ആണ് ബിക്കോസ് ദർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇസ് യൂറിയ. ഓക്കെ അല്ലേ, സെറ്റ് ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്രോഗ്സ്. ഫ്രോഗിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? അതായത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ 2 രീതിയിൽ നടക്കാം. ഒന്ന് ഇൻസൈഡ് ബോഡി, അടുത്തത് ഔട്ട്സൈഡ് ബോഡി. ഇൻസൈഡ് ബോഡീനെ നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ഫീമെയിൽ ബോഡിയുടെ അകത്ത് വെച്ചിട്ടായിരിക്കും സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാക്കുന്നത്. അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ. അതായത് സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബോഡിയുടെ പുറത്ത് വെച്ചിട്ട്, ശരീരത്തിന്റെ പുറത്ത് എൻവയോൺമെന്റൽ കണ്ടീഷനിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫ്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഫ്രോഗിന്റെ എങ്ങനെയാണടാ? ഫ്രോഗിന്റെ നമുക്കറിയാം ആക്ച്വലി ഫ്രോഗ് മെയ്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും മെയ്റ്റ് ചെയ്യുന്നുണ്ട്. മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, മെയിൽ ഫ്രോഗ് എസ്പെഷ്യലി നമ്മൾ പറഞ്ഞാൽ എക്വാട്ടിക് കണ്ടീഷനിൽ, അതായത് വാട്ടർ ബോഡിയിൽ എന്ത് ചെയ്യും? സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യും. ആ സമയത്ത് ഫീമെയിൽ ഫ്രോഗ് എഗ്ഗിനെയും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ സ്പേമും എഗ്ഗും ഇപ്പൊ എവിടേക്ക് എത്തിയിട്ടുണ്ട്? നമ്മുടെ എക്വാട്ടിക് കണ്ടീഷൻ അല്ലെങ്കിൽ വാട്ടറിൽ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ വെച്ചിട്ടാണ്, അതായത് ആ വെള്ളത്തിൽ വെച്ചിട്ടായിരിക്കും ഈ സ്പേമും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുന്നതും എന്താ പറയാ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഉണ്ടാവുന്നതും എംബ്രിയോ ഉണ്ടാവുന്നതും ആ മുട്ട പൊട്ടി പുറത്തേക്ക് വാൽമാക്രി ടാഡ്പോളൊക്കെ വരുന്നതും. സോ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നത് എവിടെയാണ്? ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ്, ഫീമെയിൽ ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് അല്ലെ. അത് ലൈക്ക് മെയിൽ ഓർ ഫീമെയിൽ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ എക്വാട്ടിക് കണ്ടീഷൻ, ഇൻ ദ വാട്ടർ, നോട്ട് ഇൻസൈഡ് ദ ബോഡി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഫ്രോഗിന്റെ ഫെർട്ടിലൈസേഷൻ ഇസ് എക്സ്റ്റേണൽ. ഒരിക്കലും അതെന്തല്ല, ഇന്റേണൽ അല്ല, ഇറ്റ് ഇസ് എക്സ്റ്റേണൽ. ബിക്കോസ് മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും അവരുടെ ഗാമീറ്റ്സിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും സൈഗോട്ട് ഫോം ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഹൗ മെനി ഓവ ഡസ് എ ഫീമെയിൽ ഫ്രോഗ് ലേ അറ്റ് എ ടൈം? മനുഷ്യന്മാരെ പോലെയൊന്നല്ല, നമ്മൾ മനുഷ്യർക്ക് ഫീമെയില് 1 മാസത്തിൽ ഒരൊറ്റ ഓവ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെ. സോ ഇന്ന് റൈറ്റ് ഓവറിൽ നിന്ന് ഒരു ഓവമാണെങ്കിൽ അടുത്ത മാസം ലെഫ്റ്റ് ഓവറിൽ നിന്ന് ഒരു ഓവം. ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യം. പക്ഷെ തവളകൾ അങ്ങനെയല്ല. അവരുടെ ഫീമെയില് ഒരേ സമയം തന്നെ ധാരാളം എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2500 മുതൽ 3000 എഗ്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. സോ ഒരൊറ്റ സമയം സിംഗിൾ ടൈം ഒരൊറ്റ ടൈമില് ഒരു പെൺ തവള ഏകദേശം 2500 മുതൽ 3000 ഓവയാണ് എന്ത് ചെയ്യുന്നത്? ലേ ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് ആയില്ല. അപ്പൊ ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ പറയാ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പല ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക, നമ്പർ തെറ്റിക്കരുത്, ഓപ്ഷൻസ് പല രീതിയിൽ തരാം. അപ്പം ഓർത്ത് വെക്കുക, ഒരൊറ്റ ടൈമിൽ സിംഗിൾ ടൈമിൽ ഫീമെയിൽ ഫ്രോഗ് ലേ ചെയ്യുന്നത് 2500 to 3000 ഓവ അല്ലെങ്കിൽ എക്സ് ആണ്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ബൈ വിച്ച് എ ടാഡ്പോൾ ഡെവലപ്സ് ഇൻടു ആൻ അഡൽട്ട് ഫ്രോഗ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടാഡ്പോൾ ഉണ്ട്, അത് അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറണം. ആ പ്രോസസ്സിന് എന്താ വിളിക്കുക? നമുക്കറിയാം ഫ്രോഗിന്റെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് ജനിച്ച കുഞ്ഞുങ്ങളെ കണ്ടാൽ അവർ പാരന്റ്സിനുമായിട്ട് ഒരു സാദൃശ്യവും കാണിക്കില്ല. അതായത് അഡൽട്ടുമായിട്ട് ഒരു സാദൃശ്യവും ഉണ്ടാവില്ല. നമ്മൾ കുട്ടീനെയും ഈ അഡൽട്ടിനെയും എടുത്ത് നോക്കിയാൽ ഇവർ പരസ്പരം വേറെ വേറെ ഇരിക്കും. ഒരിക്കലും നമുക്ക് ഇതെന്താണ് ഈ അഡൽട്ടിന്റെ കുഞ്ഞുങ്ങളാണ് ഇതെന്ന് പറയാനേ പറ്റില്ല. വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഫ്രോഗ് ആയിരുന്നല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. അതായത് കുഞ്ഞുങ്ങള് അഡൽട്ടുമായിട്ട് സാദൃശ്യം കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തുണ്ടാകും? ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും. ലാർവയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വളർന്ന് അഡൽട്ട് ആയിട്ട് മാറുന്നത് അല്ലെ? അപ്പൊ ലാർവൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും. നമ്മളെ ഫ്രോഗിന്റെ ലാർവേനെയാണ് നമ്മൾ ടാഡ്പോൾ എന്ന് പറയാം, വാൽമാക്രി. ഓക്കെ, ഫ്രോഗിന്റെ ലാർവയാണ് ടാഡ്പോൾ. സോ ആദ്യം എഗ്, ഫെർട്ടിലൈസ്ഡ് എഗ്, ആ എഗ്ഗിൽ എംബ്രയോ ഉണ്ടാകും. ഈ എംബ്രയോ എന്തായിട്ട് മാറും? ഒരു കുഞ്ഞു ലാർവ, അതായത് കുഞ്ഞു വാൽമാക്രി ടാഡ്പോൾ ആയിട്ട് മാറും. പിന്നെ ആ ടാഡ്പോളിന് ഗിൽസ് വരും. കാരണം ഇത് എവിടെയാ വളരുന്നത്? വെള്ളത്തിലാണ്. വാൽമാക്രീനെ നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളത്? വെള്ളത്തിലാണ് അല്ലെ? ഇവര് വെള്ളത്തിലാണ് മുട്ടയിട്ടതും അതേപോലെ മുട്ട വിരിഞ്ഞതും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നതൊക്കെ വെള്ളത്തിലാണ്. സോ അവിടെ ഈ വന്ന കുഞ്ഞ് ടാഡ്പോൾ ആണ്. ആ ടാഡ്പോൾ വെള്ളത്തിൽ വെച്ച് ബ്രീത്ത് ചെയ്യണമെങ്കിൽ അതിന് ഗിൽസ് വരണം. സോ ടാഡ്പോളിന് എന്ത് വരും? ഗിൽസ് വരും. ടാഡ്പോളിന് എന്ത് വരും? നീന്തണ്ടേ? അവർക്ക് ടെയില് വരും. ഓക്കെ, പിന്നെ അവർക്ക് മെല്ലെ മെല്ലെ ബാക്കിലത്തെ 2 കാല് വരും. പിന്നെ മുന്നിൽ 2 കാല് വരും. മുന്നിൽ 2 കാല് വന്നു കഴിഞ്ഞാൽ അവരുടെ വാല് ചുരുങ്ങി പോകും. പിന്നെ അവരെന്തായിട്ട് മാറും? ഒരു അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, അപ്പൊ ടാഡ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ചേഞ്ച് ചെയ്താണ് അവസാനം അതൊരു അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെറ്റാമോർഫോസിസ്. അപ്പം ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ടാഡ്പോള് ഒരു അഡൽട്ട് ഫ്രോഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ടാഡ്പോളിന് ആദ്യം ഗിൽസ് വരുന്നു, പിന്നെ ടെയില് വരുന്നു, പിന്നെ ഫോർ ലിംബ് വരുന്നു, പിന്നെ ഹൈൻഡ് ലിംബ് വരുന്നു, പിന്നെ അവരുടെ ടെയില് ചുരുങ്ങി പോകുന്നു. അവസാനം അവര് ഒരു ഫ്രോഗ്, അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നു. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മെറ്റാമോർഫോസിസ്. അപ്പൊ ഇത് ഉണ്ടാവുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റിലാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഈ പേര് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് എടുത്തു ചോദിക്കാം ചാൻസ് ഉണ്ട്. സോ ഇത് പഠിച്ചു വെക്കുക. അപ്പൊ മക്കളെ, ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഫ്രോഗിന്റെ മെറ്റാമോർഫോസിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതാണ് തൈറോക്സിൻ. ഈ തൈറോക്സിനെ ഉണ്ടാക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇതിനെ ഉണ്ടാക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോക്സിനെ ഉണ്ടാക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ തൈറോക്സിൻ എന്തിനെ ഇവിടെ സഹായിക്കുന്നുണ്ട്? മെറ്റാമോർഫോസിസ് നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സെറ്റ് ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോഡി ഓഫ് എ ഫ്രോഗ് ഇസ് ഡിവൈഡഡ് ഇൻടു. അപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിനെ നമുക്ക് വേണമെങ്കിൽ സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാം. അല്ലെങ്കിൽ ഹെമിക്കോഡേറ്റിൽ നമ്മൾ പ്രൊബോസിസ്, കോളർ, ട്രങ്ക് അല്ലെ? പിന്നെ ആർത്രോപോഡയിൽ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ ഫ്രോഗിന്റെ ബോഡീനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, തൊറാക്സ് ഉണ്ട്, അബ്ഡമൻ ഉണ്ട്, ഇങ്ങനെയൊന്നും പറയണ്ട. ഫ്രോഗിന്റെ ബോഡീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 2 പാർട്സ് ആയിട്ടാണ്. ഒന്ന് അതിന്റെ ഹെഡ്, 2 അതിന്റെ ആ ബാക്കിൽ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഭാഗം അല്ലെ? ദാറ്റ് ഈസ് ട്രങ്ക്. അപ്പൊ ഫ്രോഗിന്റെ ബോഡിക്ക് 2 ഭാഗങ്ങളേ ഉള്ളൂ. എന്താണ്? ഒന്ന് അതിന്റെ ഹെഡാണ്, പിന്നെന്താണ്? അതിന്റെ ട്രങ്ക് ആണ്. ഓക്കെ, സോ ബോഡി ഓഫ് എ ഫ്രോഗ് is divided into 2, head and trunk. ഓക്കെ, ഹെഡിലാണ് ഇവരുടെ എന്തൊക്കെ വരുന്നത്? മൗത്ത് വരുന്നത്, നോസ്ട്രിൽസ് വരുന്നത്, പിന്നെ ടിംപാനം വരുന്നത്, ഐസ്, ബൾജ്ഡ് ഐസ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ അവരുടെ ഹെഡിലാണ് വരുന്നത്. പിന്നെ എന്ത് വരുന്നുണ്ട്? ട്രങ്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ ലിംസും കാര്യങ്ങളൊക്കെ വരും. സെറ്റ് ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഇൻ ഫ്രോഗ്സ് ദാറ്റ് റിസീവ്സ് സൗണ്ട് സിഗ്നൽസ് ഇസ്. അപ്പൊ നമുക്കറിയാം നമ്മളെ പോലെ ഫ്രോഗിന് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്ന അത് ഇല്ല.
നമുക്ക് ആദ്യം സൗണ്ട് സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? പിന്നെയാണ് അല്ലെ. പക്ഷെ ഫ്രോഗിന് അതില്ല. ഫ്രോഗിന് ഇയറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മെംബ്രേനിയസ് ടിംപാനം കൊണ്ടാണ്. അതായത് അവരുടെ രണ്ട് കണ്ണുകളുടെയും രണ്ട് ഇരുവശത്തായിട്ട് എന്തുണ്ട്? ഇങ്ങനെ വട്ടത്തില് മെംബ്രേനിയസ് ടിംപാനം ഉണ്ട്. ആ ടിംപാനമാണ് എന്തിനെ റിസീവ് ചെയ്യുന്നത്? സൗണ്ട് സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചുറ്റിലുമുള്ള എല്ലാ ശബ്ദങ്ങളും സെൻസ് ചെയ്യാൻ, തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. സോ ദാറ്റ് ഈസ് ടിംപാനം. ഓക്കെ, അതെന്താണ്? ടിംപാനം. ടിംപാനം റെപ്രസെന്റ്സ് ദെയർ ഇയർ ടു റിസീവ് സൗണ്ട് സിഗ്നൽസ്. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഹൗ മെനി ഡിജിറ്റ്സ് ഡസ് ദ ഫോർ ലിംബ് ആൻഡ് ഹൈൻഡ് ലിംബ് ഓഫ് ഫ്രോഗ്സ് ഹാവ് റെസ്പെക്റ്റീവ്ലി? വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കറിയാം ഫ്രോഗിന് ഫോർ ലിംബും ഉണ്ട്, ഹൈൻഡ് ലിംബും ഉണ്ട് അല്ലെ. മുന്നിൽ 2 കാലുകളുണ്ട്, ബാക്കിൽ 2 കാലുകളുണ്ട്. ഫോർ ലിംബ് എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള 2 കാല്, ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത് ബാക്കിലുള്ള കാല്. സോ ഇതില് വ്യത്യാസമുണ്ട്. എന്തൊക്കെ വ്യത്യാസങ്ങളാ? നമുക്ക് ആദ്യം ഫോർ ലിംബ് പറയാം. ഇതാണ് അവരുടെ ഫോർ ലിംബ് ആൻഡ് ബാക്കിലത്തതാണ് അവരുടെ ഹൈൻഡ് ലിംബ്. ഓക്കെ, ഫോർ ലിംബ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് സ്മോളർ, വളരെ ചെറുതാണ്. പക്ഷെ ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നതോ ലാർജർ ആണ്. പിന്നെ ഫോർ ലിംബിനേക്കാൾ കൂടുതൽ മസിൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഹൈൻഡ് ലിംബിൽ കാണാനായിട്ട് പറ്റും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫോർ ലിംബ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. എത്ര ഡിജിറ്റ്സ് ആണ് ഉള്ളതെന്ന് നോക്കിക്കേ. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4. അപ്പൊ ഫോർ ലിംബിൽ ആകെ 4 ഡിജിറ്റ്സേ ഉള്ളൂ. ഹൈൻഡ് ലിംബിലോ 1 2 3 4 5. ഹൈൻഡ് ലിംബിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 5 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ. 5 ഡിജിറ്റ്സ് ഉണ്ട്. സോ ഫോർ ലിംബിൽ ആകെ 4 ഡിജിറ്റ്സും ഹൈൻഡ് ലിംബിൽ 5 ഡിജിറ്റ്സും ആണ് ഉള്ളത്. ഇനി ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ ഇവരുടെ എന്താ പറയാ ഹൈൻഡ് ലിംബ്സിൽ. എന്താ? വിരലുകളുടെ ഡിജിറ്റുകളുടെ ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? വെബ്സ് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ? വെബ്ഡ് ആണ്. സോ അവരുടെ ഹൈൻഡ് ലിംബ് എന്താണ്? വെബ്ഡ് ആണ് കേട്ടോ. ഡിജിറ്റ്സിന്റെ ഇടയിൽ നമുക്ക് കണക്ഷൻസ്, വെബ്സ് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ഇനി ഇവരുടെ ലിംബ്സ് എന്തിനു വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്? നടക്കാൻ, സ്വിം ചെയ്യാൻ, പിന്നെന്താ ലീപ്പ് ചെയ്യാൻ, തവളച്ചാട്ടം ചാടാൻ. ഓക്കെ, പിന്നെന്താ ബറോയിങ്ങിന്, കുഴിക്കാൻ, ഓടാൻ, ഇതിനൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ലിംബ്സ് ആണ്. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫ്രോഗിന് എന്തുണ്ട്? ഫ്രോഗിന് ലിംബ്സ് ഉണ്ട്. പെയർ ഓഫ് ഫോർ ലിംബ്സ് ആൻഡ് പെയർ ഓഫ് ഹൈൻഡ് ലിംബ്സ്. ഓക്കെ, ഫോർ ലിംബ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. അത് 4 എണ്ണമേ ഉണ്ടാവുള്ളൂ. ഹൈൻഡ് ലിംബ് എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ലാർജർ, മസ്കുലർ ആൻഡ് വെബ്ഡ്. ആൻഡ് അവിടെ 5 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് മെയിൽ ഫ്രോഗിന്റെ കേസ് എടുത്താൽ അവരുടെ ഫോർ ലിംബിലെ ഫസ്റ്റ് ഡിജിറ്റില് എന്ത് കാണാൻ പറ്റും? കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റും. കോപ്പുലേറ്ററി പാഡ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എന്തായാലും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും കേട്ടോ. പക്ഷെ എങ്കിലും ഞാൻ ഡിജിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്രോഗ് എക്സ്ക്രീറ്റ്സ് ഡാഷ് ആൻഡ് ദസ് ഈസ് എ ഡാഷ് ആനിമൽ. ഫ്രോഗ് എന്താണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അതായത് അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ നൈട്രോജീനസ് വേസ്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഈ ഒരു നൈട്രോജീനസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്ത് ആനിമൽ എന്ന് വിളിക്കാൻ പറ്റും? എന്ത് ആനിമൽ എന്നാണ് നമുക്ക് ഇവരെ വിളിക്കാൻ പറ്റുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ? ആൻസർ പറഞ്ഞേ. ഫ്രോഗ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രോഗിന്റെ നൈട്രോജീനസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആണ്. സോ ദേ ആർ യൂറിയോടെലിക് ഓർഗാനിസംസ്. അവരെന്താണ്? യൂറിയോടെലിക് ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ യൂറിയോടെലിക് ആനിമൽ ആണ്. ഓക്കെ, ഫ്രോഗിന്റെ നൈട്രോജീനസ് വേസ്റ്റ് യൂറിയ. സോ ദേ ആർ യൂറിയോടെലിക് ആനിമൽസ്. മറന്നു പോവോ? ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെൻസറി പാപ്പില്ലേ ഇസ് ദ ഓർഗൻ ഓഫ്. എന്താണ് സെൻസറി പാപ്പില്ലേ? നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലെ. ഈ 5 സെൻസ് ഓർഗൻസും നന്നായിട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചുറ്റിലുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നത്. കണ്ണ് കാണാൻ, ചെവി കേൾക്കാൻ, ടേസ്റ്റ് അറിയാൻ, ടച്ച് മനസ്സിലാക്കാൻ, ചൂട്, തണുപ്പ്, വേദന ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, സ്മെല്ല് നമുക്ക് തിരിച്ചറിയുന്നുണ്ട് അല്ലെ. ഇതുപോലെ സെൻസ് ഓർഗൻസ് നമുക്ക് എവിടെയും കാണാൻ പറ്റും, നമ്മുടെ ഫ്രോഗിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഫ്രോഗിലും ചുറ്റിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പല സെൻസസ് ഉണ്ട്. അതിനുള്ള സെൻസറി ഓർഗൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് ഇവരിൽ കാണുന്ന ഒരു സെൻസറി ഓർഗനാണ് സെൻസറി പാപ്പില്ലേ. ഈ സെൻസറി പാപ്പില്ലേ എന്ത് തിരിച്ചറിയാനാണ്? ഇത് എന്ത് ഓർഗനാണ്? ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ്
ടച്ച്. അവരെ തൊട്ടാൽ അവർക്ക് മനസ്സിലാകും. അവരെ നിങ്ങളൊന്ന് പിടിച്ചു നോക്കിക്കേ, അപ്പൊ അവർക്ക് മനസ്സിലാകും എന്നെ ആരോ പിടിച്ചിട്ടുണ്ട്, ഞാൻ ചാടാൻ പോകുന്നു. അവരങ്ങ് സ്ലിപ്പായി ചാടും. സോ അവർക്ക് ടച്ച് മനസ്സിലാകും. അവര് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാകും, വെള്ളത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാകും. ഓക്കെ, കാരണം അതിന് വേണ്ടിയിട്ടുള്ള സെൻസറി പാപ്പില്ലേ അവർക്കുണ്ട്. അത് സ്പർശം അവരെ തിരിച്ചറിയാൻ സഹായിക്കും, ടച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, സെറ്റായോ? ഇപ്പൊ സെൻസറി പാപ്പിലെ മാത്രമല്ല, ഇവിടെ നിങ്ങൾ ടേസ്റ്റ് ബഡ്സ്, നേസൽ എപ്പിത്തീലിയം, ഐസ്, ടിംപാനം ഇങ്ങനെയുള്ള ബാക്കി സെൻസ് ഓർഗൻസും എന്തിനാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും അത് നോക്കാം. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് സെൻസറി പാപ്പില എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഓർഗൻ ഓഫ് ടച്ച്. സോ ഫ്രോഗ് ക്യാൻ റിയലൈസ് ദ സെൻസ് touch because of the presence of sensory papillae. Next question. The dash present in the hindbrain of frogs passes out through the foramen magnum and continues into spinal cord. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രെയിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഫ്രോഗിന്റെ ബ്രെയിൻ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്ന് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം താഴേക്ക് ബേസിലേക്ക് വരുന്ന ഭാഗമാണ് അല്ലെ. സോ ഇവിടെ ഹൈൻഡ് ബ്രെയിനിന്റെ ഭാഗമാണ് മെഡുല്ല. എന്താണ് മെഡുല്ല? ഈ മെഡുല്ല എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ തന്നെ ഏറ്റവും അടിയിൽ വരുന്ന പാർട്ട്. അത് ഹൈൻഡ് ബ്രെയിനിന്റെ പാർട്ടാണ്. മെഡുല്ല നേരെ പാസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? സ്പൈനൽ കോഡിലേക്കാണ്. ഓക്കെ, അതായത് മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ്. ഇത് മെഡുല്ലയാണെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? സ്പൈനൽ കോഡ് വരുന്നത് കേട്ടോ. ഇത് മെഡുല്ല ആൻഡ് ദിസ് ഈസ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മെഡുല്ലയും സ്പൈനൽ കോഡും പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ സ്പൈനൽ കോഡിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ സ്കള്ളിന്റെ ബേസിൽ, അതായത് ഫ്രോഗിന്റെ, നമ്മളതല്ല കേട്ടോ, ഫ്രോഗിന്റെ എപ്പോഴും നമ്മൾ നടവായിൽ വരിക, ഫ്രോഗിന്റെ സ്കൾ ഉണ്ടാവില്ലേ, ക്രേനിയം, തലയോട്, അതിന്റെ ഏറ്റവും ബേസിൽ താഴെയായിട്ട് നമുക്കൊരു ഹോള് കാണാം. ആ ഹോളിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഫ്രോഗിന്റെ സ്കള്ളിന്റെ അല്ലെങ്കിൽ ക്രേനിയത്തിന്റെ ബേസിലായിട്ടൊരു ഹോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്ന് പറയാം. ആ ഹോളിലൂടെയാണ് ബ്രെയിനും സ്പൈനൽ കോഡും പരസ്പരം കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്രെയിനിലെ മെഡുല്ല ഒബ്ലങ്കേറ്റയും സ്പൈനൽ കോഡും പരസ്പരം കണക്റ്റഡ് ആവുന്നത് ഈ ഫൊറാമൻ മാഗ്നം വഴിയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡാഷ് പ്രസന്റ് ഇൻ ദ ഹൈൻഡ് ബ്രെയിൻ ഓഫ് ഫ്രോഗ് പാസസ് ഔട്ട് ത്രൂ ഫൊറാമൻ മാഗ്നം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു സ്പൈനൽ കോഡ്. അതായത് ഹൈൻഡ് ബ്രെയിനിലെ ഒരു ഭാഗം ഫൊറാമൻ മാഗ്നത്തിലൂടെ പാസ് ചെയ്ത് എന്താവുന്നു? എന്തുമായിട്ട് കണക്റ്റഡ് ആവുന്നു? എന്തുമായിട്ട് കണ്ടിന്യൂ ആവുന്നു? സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ആവുന്നു. അപ്പൊ ആ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. കാരണം ബ്രെയിനിലെ ഏറ്റവും ബേസിലുള്ള ബ്രെയിൻ ഹൈൻഡ് ബ്രെയിൻ ആണ്. അതിൽ തന്നെ ഏറ്റവും അടിയിൽ വരുന്ന ലാസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ബേസിൽ കാണുന്ന പാർട്ട് അല്ലെ, അതെന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. സോ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കണ്ടിന്യൂസ് ടു സ്പൈനൽ കോഡ് ത്രൂ ഫൊറാമൻ മാഗ്നം. സെറ്റ് ആയല്ലോ? ഓക്കെ. അപ്പൊ ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്ന വാക്കാണ് കുട്ടികൾക്ക് അറിയാത്തത്. ഒന്നുമില്ല, തലയോടി അല്ലെ, ഫ്രോഗിന്റെ തലയോട്ടിയുടെ അടിയിൽ ബേസിൽ കാണുന്ന ഒരു ഹോൾ, ജസ്റ്റ് ഒരു ഊട്ട, അതിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്ന് പറയാം. അത് മുകളിലുള്ള ബ്രെയിനിനെയും താഴെ വരുന്ന സ്പൈനൽ കോഡിനെയും പരസ്പരം കണക്റ്റഡ് ആക്കുന്നു. ഇങ്ങനെ കണക്റ്റഡ് ആക്കുന്നു. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫ്രോഗ്സ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് പാസസ് ഔട്ട് ത്രൂ ദ ഡാഷ്. ഇപ്പൊ ഫ്രോഗില് അൺഡൈജസ്റ്റഡ് ഫുഡ് എന്തിലൂടെ പാസ് ചെയ്യുന്നു? ഫ്രോഗ് ഫുഡ് കഴിക്കുന്നുണ്ട്. അവർ കാർണിവോഴ്സ് ആണ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെ, അതായത് വേറെ ജീവികളെ കഴിക്കുന്ന ആൾക്കാരാണ്. സോ ഫ്രോഗ് എന്താണ്? കാർണിവോഴ്സ് ആണ്. അപ്പൊ ഇവർ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റഡ് ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇനി ഡൈജഷന് ശേഷം ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് അബ്സോർപ്ഷന് ശേഷം ഉണ്ടാവുന്നത് വെറും അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ആണ്. ഓക്കെ, ഇത് എവിടെ കളക്ട് ആകും? ഇത് ആര് പുറത്താക്കും? ദാറ്റ് ഇസ് ക്ലോയേക്ക. അതെന്താണ്? ക്ലോയേക്ക. സോ ഫ്രോഗില് ക്ലോയേക്ക എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതാണ് അൺഡൈജസ്റ്റഡ് ഫുഡിനെ എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. ആക്ച്വലി ഇഫ് ദിസ് ഇസ് ക്ലോയേക്ക, ഇത് ക്ലോയേക്ക ആണെങ്കിൽ ക്ലോയേക്ക എന്ത് ചെയ്യും? ഈ അൺഡൈജസ്റ്റഡ് ഫുഡിനെ റിസീവ് ചെയ്യും. എന്നിട്ട് അവരുടെ ഒരു ഊട്ട, അവർക്കൊരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് ക്ലോയേക്കൽ എപ്പേർച്ചർ. ഇതുവഴി എന്ത് ചെയ്യും? പുറന്തള്ളും.
പുറത്തേക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്ലോയേക്ക. ഇനി ക്ലോയേക്കനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ശരിക്കും ക്ലോയേക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മോൾ മീഡിയം ചേംബർ, ദാറ്റ് ഇസ് ദ 3-in-1 ചേംബർ ഓഫ് ഫ്രോഗ്. കാരണം ക്ലോയേക്കയിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ഒന്ന് അൺഡൈജസ്റ്റഡ് ഫുഡ്, അതായത് ഫീക്കസ് വരുന്നുണ്ട്, അതേപോലെ യൂറിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ ഗാമീറ്റ്സ് വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും എങ്ങോട്ടേക്ക് തന്നെയാണ് എത്തുന്നത്? ക്ലോയേക്കയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ 3നെയും പുറന്തള്ളുന്നത് ആര് തന്നെയാണ്? ക്ലോയേക്ക തന്നെയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് 3-in-1 ചേംബർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഫ്രോഗില് ക്ലോയേക്ക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 3-in-1 ചേംബർ ദാറ്റ് പാസസ് ഔട്ട് ദ അൺഡൈജസ്റ്റഡ് ഫുഡ്, ദ യൂറിൻ ആൻഡ് ദ ഗാമീറ്റ്സ്, വെദർ ദാറ്റ് ഇസ് സ്പേം അല്ലെങ്കിൽ എഗ്, എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, സെറ്റ് ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഇസ് ഷോൺ ബൈ ഫ്രോഗ്സ് ഇൻ വാട്ടർ? അപ്പൊ നമുക്കറിയാം ഫ്രോഗ് എന്ന് പറയുന്നത് ആംഫീബിയൻ ആണ്, അതായത് അവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. സോ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? റെസ്പയർ ചെയ്യണ്ടേ, ശ്വസിക്കണ്ടേ? ഇവര് ടാഡ്പോൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഗിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ വലുതായി, അഡൾട്ട് ഫ്രോഗായി, അപ്പോഴവർ വെള്ളത്തിൽ പോകും. ഈ വെള്ളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് റെസ്പയർ ചെയ്യണമെങ്കിൽ ആരാണ് ഇവരെ സഹായിക്കുന്നത്? ആരാണ് അവരെ സഹായിക്കുന്നത്? ഫ്രോഗിന് ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് സ്കിന്നിലൂടെ, ഒന്ന് ലങ്സിലൂടെ, ഒന്ന് ബക്കൽ കാവിറ്റിയുടെ ലൈനിങ്ങിലൂടെ. സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ലങ്സിലൂടെയുള്ള റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണ് പൾമോണറി റെസ്പിറേഷൻ. ബക്കൽ ക്യാവിറ്റിയിലൂടെ റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണ് ബക്കൽ റെസ്പിറേഷൻ. ഓക്കെ, സോ ഈ 3 ടൈപ്സ് ഓഫ് റെസ്പിറേഷനും ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ ഫ്രോഗ് കാണിക്കുന്നുണ്ട്. അതിൽ അവർ വെള്ളത്തിലിരിക്കുമ്പം അവരെ സ്കിന്നാണ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. സ്കിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാവും അല്ലെ, വെള്ളത്തിൽ കുറെ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാകും. ഈ ഡിസോൾഡ് ഓക്സിജൻ ഡിഫ്യൂഷൻ വഴി എങ്ങോട്ടേക്ക് എത്തും? സ്കിന്നിലേക്ക് എത്തും. അപ്പൊ സ്കിന്ന് ഡിഫ്യൂഷൻ വഴി വെള്ളത്തിലുള്ള ഡിസോൾഡ് ഓക്സിജനെ അബ്സോർബ് ചെയ്ത് കെടുക്കും, വലിച്ചു കെടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അതിനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി വെള്ളത്തിലുള്ളപ്പോൾ മാത്രമല്ല, ഹൈബർനേഷൻ സമയത്ത്, അതായത് ഹൈബർനേഷൻ വിന്റർ സ്ലീപ്പ്, പിന്നെ എസ്റ്റിവേഷൻ സമയത്ത്, ദാറ്റ് മീൻസ് സമ്മർ സ്ലീപ്പ്, ഈ ടൈമിലും ഒക്കെ ഫ്രോഗ് റെസ്പയർ ചെയ്യുന്നത് അവരുടെ സ്കിന്നിലൂടെയാണ്. ഓക്കെ, ഈ സമയത്തും ഫ്രോഗ് റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ സ്കിന്നിലൂടെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ? സോ സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയാം. ലങ്സിലൂടെയുള്ള റെസ്പിറേഷനെയാണ് പൾമണറി റെസ്പിറേഷൻ എന്ന് പറയാം. പൾമണോളജിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ലങ്സിന്റെ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. പിന്നെ ബക്കൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബക്കൽ ക്യാവിറ്റി, വായയുടെ ഉള്ളിലുള്ള ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റിയുടെ ലൈനിങ്ങും എന്ത് ചെയ്യും? റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ബക്കൽ റെസ്പിറേഷൻ. സെറ്റ് ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് സൈനസ് വീനോസസ്? എന്താണ് സൈനസ് വീനോസസിന്റെ ഷേപ്പ്? അപ്പം നമ്മൾ ഇവരുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം പഠിച്ചപ്പം സൈനസ് വീനോസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ സൈനസ് വീനോസസിന്റെ ഷേപ്പ് ഈസ് ട്രയാങ്കുലർ. കണ്ടില്ലേ? ഇവിടെ എന്ത് ഷേപ്പാടാ? ഇവിടെ എന്ത് ഷേപ്പ്? ഓറഞ്ചിന്റെ മേലെ ഓറഞ്ച് കാണില്ല. ദാ ഇതാണ് അവരുടെ സൈനസ് വീനോസസ്. ദിസ് ഇസ് സൈനസ് വീനോസസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ട്രയാങ്കുലർ ഷേപ്പ് കേട്ടോ, ട്രയാങ്കുലർ ഷേപ്പ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, കോണസ് ആർട്ടീരിയോസസ് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. സോ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? കോണസ് ആർട്ടീരിയോസസ് ഇറ്റ് ഇസ് സാക്ക് ലൈക്ക്. ഓക്കെ, കോണസ് ആർട്ടീരിയോസസ് എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? ചാക്ക് പോലെ, സാക്ക് ലൈക്ക് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് സാക്ക് ലൈക്ക്. സെറ്റ് ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ സൈനസ് വീനോസസ് ട്രയാങ്കുലർ, കോണസ് ആർട്ടീരിയോസസ് ലൈക്ക് സാക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ബൈൽ സ്റ്റോർഡ് ഇൻ ദ ബോഡി ഓഫ് എ ഫ്രോഗ്? അപ്പം ഫ്രോഗില് അവർ കഴിക്കുന്ന ഫുഡിലുള്ള ഫാറ്റിനെ ഇമൽസിഫൈ ചെയ്യാൻ എന്ത് വേണം? ബൈൽ ജ്യൂസ് വേണം. ഈ ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് നമുക്കറിയാം. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. പക്ഷെ ലിവർ ഇതിനെ ഒരിക്കലും സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പം ഈ ലിവറിനെ സ്റ്റോർ ചെയ്യുന്നത് ആരായിരിക്കും? അതായത് ബൈല് ഉണ്ടാക്കുന്നത് ലിവറാണ്, ലിവറിനെ സ്റ്റോർ ചെയ്യുന്നത് ആരായിരിക്കുന്നല്ല കേട്ടോ, ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത് ആരായിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത്? അവിടെ പോയി. ഓക്കെ, സോ പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വന്നടാ, ഡോറിന്റെ അപ്പുറത്താരോ വന്ന്. ഓക്കെ, സോ നമുക്കൊന്നുകൂടി വരാം. അതായത് ഫ്രോഗ് കഴിക്കുന്ന ഫുഡ്,
ആ ഫുഡിലുള്ള ഫാറ്റിനെ എന്ത് ചെയ്യണം? ഇമൽസിഫൈ ചെയ്യണം. ഇമൽസിഫൈ ചെയ്യാനായിട്ട് എന്ത് വേണം? ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത് പോലെ തന്നെ ബൈൽ ജ്യൂസ് വേണം. അപ്പൊ ബൈൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് നമുക്കറിയാം, ദാറ്റ് ഇസ് ലിവർ. പക്ഷെ ലിവർ ബൈൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്താലും അത് ഒരിക്കലും ഈ ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. സ്റ്റോർ ചെയ്തത് പക്ഷെ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ലിവറിൽ കാണപ്പെടുന്ന ഒരു ഗ്രീൻ കളർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഇതിനെയാണ് നമ്മൾ ഗോൾ ബ്ലാഡർ എന്ന് പറയാ. ഈ ഗോൾ ബ്ലാഡർ ആണ് എന്ത് ചെയ്യുന്നത്? ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ലിവർ ബൈലിനെ ഉണ്ടാക്കുക മാത്രം ചെയ്യും. എന്നിട്ട് ആർക്ക് കൊടുക്കും? ഗോൾ ബ്ലാഡറിന് കൊടുക്കും. എന്നിട്ട് ഗോൾ ബ്ലാഡറിനോട് പറയും, നീ ഇതിനെ സ്റ്റോർ ചെയ്തോ, ആവശ്യം വരുമ്പോ ഡൈജഷന്റെ സമയത്ത് നീ വേണം ഇതിനെ എന്ത് ചെയ്യാൻ? സെക്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഗോൾ ബ്ലാഡർ സ്റ്റോർ ചെയ്ത് വെച്ച ബൈല് നമ്മുടെ എന്താ പറയാ ഡൈജഷന്റെ സമയത്ത് ഒരു ബൈൽ ഡക്റ്റ് വഴി എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ഇന്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട് അല്ലേ, ഞാൻ നമ്മുടെ എന്ന് പറയുമ്പോൾ ഫ്രോഗ് ആണ് കേട്ടോ. ഓക്കെ, ഇന്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ട് എന്താ? ഡുവോഡിനം. ആ ഡുവോഡിനത്തിൽ ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്? ബൈലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ആ സമയത്ത് ബൈല് ഈ കോമൺ ബൈൽ ഡക്റ്റ് വഴി എങ്ങോട്ടേക്ക് എത്തും? ഡുവോഡിനത്തിലേക്ക് എത്തും. എന്നിട്ട് ഡുവോഡിനത്തിലുള്ള ആ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്, അതായത് കൈം അല്ലെ, അതിലുള്ള ഫാറ്റിനൊക്കെ ഇമൽസിഫൈ ചെയ്യും. ഇതിന് കൂടെ തന്നെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും നമ്മുടെ കോമൺ ബൈൽ ഡക്റ്റ് വഴി ഡുവോഡിനത്തിലേക്ക് എത്തുന്നുണ്ട്. അത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റിനും ഒക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് ബൈലിന്റെ കാര്യമാണ്. ബൈൽ ഉണ്ടാക്കുന്നത് ലിവർ ആണ്, പക്ഷെ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ ആണ്. ഡൈജഷന്റെ സമയത്ത് ഗോൾ ബ്ലാഡർ ആണ് ഈ ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സെറ്റ് ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിന്റർ സ്ലീപ്പ് ഇൻ ഫ്രോഗ് ഇസ് ഓൾസോ നോൺ ആസ്. വിന്റർ സ്ലീപ്പ് ഇൻ ഫ്രോഗ് ഇസ് ഓൾസോ നോൺ ആസ്. അപ്പൊ നമുക്കറിയാം ഫ്രോഗ് രണ്ട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്ന് വിന്റർ സ്ലീപ്പ്, മറ്റൊന്ന് സമ്മർ സ്ലീപ്പ്. ഓക്കെ, അതിൽ വിന്റർ സ്ലീപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? വിന്റർ സ്ലീപ്പിനെ നമ്മൾ ഹൈബർനേഷൻ എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഹോംവർക്കിന്റെ H ഫോർ ഹൈബർനേഷൻ, W ഫോർ വിന്റർ സ്ലീപ്പ്. സോ ഹൈബർനേഷൻ ആണ് വിന്റർ സ്ലീപ്പ്. അതിന്റെ അർത്ഥം എന്താ? എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡിൽ ഇവർക്ക് തണുപ്പ് താങ്ങാൻ പറ്റാതെ ആകുമ്പം ഇവര് ബറോസ് ഉണ്ടാക്കും. എന്നിട്ട് ആ കുഴിയുടെ ഉള്ളിൽ പോയിട്ട് അവര് ഒളിഞ്ഞിരിക്കും. എന്നാൽ മാത്രമേ അവർക്ക് ആ കോൾഡിൽ നിന്നൊരു ഷെൽട്ടർ കിട്ടുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ഹൈബർനേഷൻ ഓർ വിന്റർ സ്ലീപ്പ്. ഇനി എന്താ സമ്മർ സ്ലീപ്പ്? സമ്മർ സ്ലീപ്പിനെയാണ് നമ്മൾ എയ്സ്റ്റിവേഷൻ എന്ന് വിളിക്കുക. അതായത് എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റിൽ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അവർ ഇതുപോലെ കുഴികൾ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ പോയി ഒളിഞ്ഞിരിക്കും. അതിനെയാണ് നമ്മൾ എയ്സ്റ്റിവേഷൻ എന്ന് വിളിക്കുക. ദാറ്റ് ഇസ് സമ്മർ സ്ലീപ്പ്. ഓക്കെ, സെറ്റ് ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഹോംവർക്കിന്റെ HW ആലോചിച്ചാൽ നിങ്ങൾക്ക് ഹൈബർനേഷൻ ആൻഡ് വിന്റർ സ്ലീപ്പ് കിട്ടും കേട്ടോ. അത് മറന്നു പോകരുത്. സമ്മർ സ്ലീപ്പ് എയ്സ്റ്റിവേഷൻ ആണ്. സമ്മർ സ്ലീപ്പ് ഇസ് ഓൾസോ നോൺ ആസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ സമ്മർ സ്ലീപ്പ്? എയ്സ്റ്റിവേഷൻ ആണോ, ഹൈബർനേഷൻ ആണോ, ഹൈഡിങ് ആണോ, എസ്കേപ്പിംഗ് ആണോ? ഹൈഡിങ്ങും എസ്കേപ്പിങ്ങും നമുക്ക് ഒഴിവാക്കാം, കാരണം നമുക്ക് ഇവിടെ ഓൾറെഡി എന്താണ് അതിനെ വിളിക്കുന്ന പേര് എന്ന് അറിയാം അല്ലെ. സോ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ വിന്റർ സ്ലീപ്പ് ആണ്. അപ്പൊ അതല്ല, ദാറ്റ് ഇസ് എയ്സ്റ്റിവേഷൻ. എയ്സ്റ്റിവേഷനെയാണ് നമ്മൾ സമ്മർ സ്ലീപ്പ് എന്ന് പറയാം കേട്ടോ. അതായത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫ്രോഗ് എന്ത് ചെയ്യും? ഇതുപോലെ കുഴികൾ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ പോയി ഒളിഞ്ഞിരിക്കും. ദാറ്റ് ഇസ് ഓൾ. ഓക്കെ, സെറ്റ് ആയല്ലോ? ഓക്കെ, സെയിം സമ്മർ സ്ലീപ്പ് അതിന്റെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഇസ് എയ്സ്റ്റിവേഷൻ. അവിടെ മക്കൾ ഇത് കണ്ടില്ലേ? ഈ കാർട്ടൂൺ ഇമേജ് നോക്കിക്കേ. ഉള്ളിലേക്ക് ഒരു വലിയ തുരങ്കം തന്നെ സൃഷ്ടിക്കുന്നുണ്ടല്ലേ ഇവര്. വലിയൊരു കുഴി മണ്ണിന്റെ ഉള്ളിലേക്ക് കുഴിച്ച് അതിന്റെ ഉള്ളിൽ പോയിട്ട് അവര് ഒളിഞ്ഞിരിക്കും. എന്നിട്ട് നമുക്കറിയാം ഉള്ളില് മണ്ണിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഓക്സിജൻ ഉണ്ടാകും. അതാണ് അവര് റെസ്പയർ ചെയ്യുക കേട്ടോ. സെറ്റ്. Which of these methods are utilized by frogs for protection? അതായത് ഈ തന്നിരിക്കുന്നതിൽ ഫ്രോഗ്സ് സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? സ്പീഡ് ആണോ, സ്പൈക്സ് ആണോ, മിമിക്രി ആണോ, അല്ലെങ്കിൽ പ്ലേയിങ് ഡെഡ് ചത്ത പോലെ അഭിനയിക്കുന്നതാണോ? ചില ജീവികൾ ചത്ത പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പം അവരെ പിടിക്കാൻ വരുന്ന ശത്രുക്കൾ വിചാരിക്കും ഒരു ചത്തുന്ന്, അങ്ങനെ അവർ മിണ്ടാതെ പോകും. സോ അങ്ങനെയുള്ള ചില ജീവികളുണ്ട്. ഇവിടെ ചോദിച്ചത് നമ്മളെ ഫ്രോഗിന്റെ കാര്യമാണ്. അപ്പൊ ഫ്രോഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരാരെങ്കിലും പിടിക്കാൻ വന്നാൽ, അതായത് പ്രിഡേറ്റേഴ്സ് ഇവരെ പിടിക്കാൻ വന്നാൽ ഇവര് എവിടെയാണോ ഇരിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് കളറിനോട് ബ്ലെൻഡ് ആകും. അതായത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളറാണോ അത് തന്നെ ഇവരെ കളറായിട്ട് മാറും. ഓക്കെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ച്വലി ദിസ് ഇസ് കാമോഫ്ലാഷ്. പക്ഷെ ആ പ്രൊട്ടക്റ്റീവ് കളറേഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളറിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ പുല്ലിൽ വന്നിരുന്നാല് പുല്ലിന്റെ കളർ, അതായത് പച്ച കളറായിരിക്കും ഇവർക്ക് കിട്ടുന്നത്.
മരത്തിന്റെ തടിയിൽ പോയിരുന്നാൽ മരത്തിന്റെ തടിയുടെ ആ കളർ എന്താണോ അതാണ് ഇവർക്ക് കിട്ടുന്നത്. ഉണങ്ങിയ ഇലയിൽ പോയിരുന്നാൽ അതിന്റെ കളറാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രോഗ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം ഇവർ ഇരിക്കുന്ന ആ ട്രീ ട്രങ്കിന്റെ അതേപോലെ തന്നെയാണ് ഇവരെ കാണാനിരിക്കുന്നത് അല്ലെ. സോ ഇവർ ഈ ബാക്ക്ഗ്രൗണ്ടിന് എന്ത് ചെയ്തു? മിമിക് ചെയ്തു. ആ ബാക്ക്ഗ്രൗണ്ടിന് ഇവര് എന്ത് ചെയ്തു? അതായത് അനുകരിച്ചു. ആ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിമിക്രി. എന്താണ്? മിമിക്രി. മിമിക്രി ഇത് 2 കാര്യങ്ങൾക്ക് ഇവർ ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ, അപ്പോൾ ശത്രുക്കൾ വന്നാൽ ഇവർ തിരിച്ചറിയില്ല. 2, ഇവർക്ക് ആരെങ്കിലും ഇര പിടിക്കണം. അങ്ങനെ ഉണ്ടല്ലേ, ഇവർക്ക് ഫുഡ് കഴിക്കണ്ടേ. സോ ഇവരെ ആ ജീവി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ജീവിക്ക് മനസ്സിലാകും എന്നതാ ഒരു തവള പിടിക്കാൻ വരുന്നുണ്ട്, ഞാൻ രക്ഷപ്പെടണമെന്ന്. അപ്പൊ ഇവർക്ക് ഫുഡ് കിട്ടൂല. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലെൻഡ് ആയിട്ട് കിടക്കും, മിമിക്രി കാണിക്കും. സോ ഇവർക്ക് മെല്ലെ പതിയെ പോയിട്ട് ഇവരുടെ ഇര പിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് മിമിക്രി. അതിനെ നമ്മൾ എന്താ വിളിക്കുക? മിമിക്രി. ഓക്കെ, സോ ആ കളർ ചേഞ്ചിനെ നമ്മൾ കാമോഫ്ലാഷ് എന്നാണ് പറയാ കേട്ടോ. കളർ ചേഞ്ച് കാമോഫ്ലാഷ് ആണ്, ആ പ്രൊട്ടക്റ്റീവ് കളറേഷൻ ആണ് മിമിക്രി. സെറ്റ് ആയല്ലോ? ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഡിസ്ക്രൈബ്സ് ദ സ്കിൻ ഓഫ് എ ഫ്രോഗ്? അപ്പൊ ഫ്രോഗിന്റെ സ്കിന്നിനെ കാണിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രോഗിന്റെ സ്കിന്നിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ? തിക്ക് ആൻഡ് ലെതറി ആണോ? ഭയങ്കര കട്ടിയുള്ളതും നമ്മളെ ലെതർ തൊട്ടാൽ എങ്ങനെ ഒരം അതുപോലെ റഫ് ആണോ? സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ആണോ? ഭയങ്കര മിനുസമുള്ളതും തൊട്ടപാട് പിടിച്ചപാട് കയ്യിൽ നിന്ന് ചാടിപ്പോവും, സ്ലിപ്പായി പോകുന്നതാണോ? ഹാർഡ് ആൻഡ് ഡ്രൈ ആണോ? വരണ്ട് കിടക്കുകയാണോ? തിൻ ആൻഡ് മെംബ്രെയിനസ് ആണോ? ഭയങ്കര നേരിയതാണ്, ജസ്റ്റ് ഒരു മെംബ്രെയിൻ, അങ്ങനെയാണോ? ആൻസർ ഇസ് ഓപ്ഷൻ ബി. കാരണം ഫ്രോഗിന്റെ സ്കിന്ന് ഭയങ്കര സ്മൂത്താണ്, അതേപോലെ അത് ഭയങ്കര സ്ലിപ്പറിയാണ്. കാരണം ഫ്രോഗിന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് മോയിസ്റ്റ്, ഭയങ്കര നനവോട് കൂടിയുള്ള സ്കിന്നാണ്. ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്രോഗ് വെള്ളത്തിലുള്ളപ്പോഴാണെങ്കിലും, വെള്ളത്തിലുള്ളപ്പോൾ എന്നല്ല, പൊതുവെ ഫ്രോഗ് അധികം വെള്ളം കുടിക്കുന്ന ആൾക്കാരല്ല, ദേ നോട്ട് ഡ്രിങ്ക് വാട്ടർ. പക്ഷെ അവര് വെള്ളത്തിലിരിക്കുമ്പോൾ ആ വാട്ടറിനെ അവരെ സ്കിൻ അബ്സോർബ് ചെയ്യും. അപ്പൊ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് ആര് വഴിയാണ്? സ്കിന്ന് വഴിയാണ്. അതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ സ്കിന്നിലൂടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സ്കിന്നിനെ മോയിസ്റ്റ് ആയിട്ട് വെക്കും. പിന്നെ സ്കിന്ന് ഭയങ്കര സ്മൂത്താണ്, അതേപോലെ തന്നെ ഫ്രോഗിനെ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കാൻ നോക്കിയാൽ അവർ ചാടിപ്പോവും, സ്ലിപ്പ് ചെയ്യും, സ്ലിപ്പറിയാണ്. അതിന്റെ കാരണം സ്കിന്നിൽ എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. സ്കിന്നിൽ മ്യൂക്കസ് ഉണ്ട്. ഈ മ്യൂക്കസിന്റെ പ്രസൻസ് ആണ് സ്കിന്നിനെ സ്മൂത്തും സ്ലിപ്പറി ആക്കുന്നത്. ഓക്കെ, പിന്നെ സ്കിന്ന് മോയിസ്റ്റ് ആണ്, കാരണം സ്കിന്നിലൂടെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ സ്കിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആയല്ലോ? എടാ, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻ ഫ്രോഗ് ദ വെൻട്രിക്കിൾ ഓപ്പൺസ് ഇൻ ടു. അതായത് ഫ്രോഗില് വെൻട്രിക്കിൾ എന്തിലേക്കാണ് തുറക്കുന്നത്? നമുക്കറിയാം ഫ്രോഗിന് 3 ചേമ്പേഴ്സ് ആണുള്ളത് അല്ലെ, 2 ഏട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതിൽ നമ്മളോട് ചോദിച്ചത് വെൻട്രിക്കിളിന്റെ കാര്യമാണ്. വെൻട്രിക്കിൾ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നു? എങ്ങോട്ടേക്കാണടാ? എങ്ങോട്ടേക്കാണ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത്? നമുക്കറിയാം സൈനസ് വീനോസസ് നേരെ തുറക്കുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ്, റൈറ്റ് ഏട്രിയം നേരെ തുറക്കുന്നത് വെൻട്രിക്കിളിലേക്കാണ്. ലങ്സിൽ നിന്ന് നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് നേരെ വെൻട്രിക്കിളിലേക്ക് കയറും. സോ വെൻട്രിക്കിളിലുള്ള ബ്ലഡ് നേരെ ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ദാറ്റ് ഈസ് നോട്ട് വീന കാവ, നോട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, നോട്ട് സൈനസ് വീനോസസ്, ഇറ്റ് ഈസ് കോണസ് ആർട്ടീരിയോസസ്. എന്താണ്? കോണസ് ആർട്ടീരിയോസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോണസ് ആർട്ടീരിയോസസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ലേ, ആ ഒരു സാക്കിലേക്കാണ് നമ്മുടെ വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് കോണസ് ആർട്ടീരിയോസസ്. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ആരാണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് തുറക്കുന്നത്? അത് സൈനസ് വീനോസസ് ആണ്. ഇതിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? അപ്പൊ വെൻട്രിക്കിൾ തുറക്കുന്നത് കോണസ് ആർട്ടീരിയോസസിലേക്കാണ്, റൈറ്റ് ഏട്രിയത്തിലേക്ക് തുറക്കുന്ന ആള് സൈനസ് വീനോസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അതിന്റെ ആൻസർ ആണ്, കോണസ് ആർട്ടീരിയോസസ്. Which of this is not present in frogs? ഈ തന്നിരിക്കുന്നതിൽ ഫ്രോഗിൽ ഇല്ലാത്തത് എന്താണ്? നോട്ട് പ്രസന്റ്. അധിക കുട്ടികളും വിട്ടുപോകും, നോട്ട് എന്നുള്ള വാക്ക് കാണുകയില്ല. നോട്ട് പ്രസന്റ്, ഇല്ലാത്തത് റീനൽ പോർട്ടൽ സിസ്റ്റം. റീനൽ പോർട്ടൽ സിസ്റ്റം അത് അവർക്ക് ഇല്ലേ? ഫ്രോഗിന്റെ കിഡ്നിയും ലോവർ പാർട്സ് ഓഫ് എബ്ഡമിനും പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, കിഡ്നിയും അതേപോലെ ലോവർ പാർട്സ് ഓഫ് എബ്ഡമൻ പരസ്പരം കണക്റ്റഡ് ആണ്. എന്ത് കണക്റ്റഡ് ആണ്?
പരസ്പരം സർക്കുലേഷൻ നടക്കുന്നുണ്ട് ത്രൂ പോർട്ടൽ വെയിൻസ് അല്ലെ. ഇവിടെ ആരുടെ റോള് വേണ്ട, ഹാർട്ടിന് റോളൊന്നുമില്ല. കാരണം ഓർഗൻ ടു ഓർഗൻ കണക്ഷൻ അല്ലെങ്കിൽ ഓർഗൻ ടു ഓർഗൻ ബ്ലഡിന്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ പോർട്ടൽ വെയിൻസ്. സോ ദേ ഹാവ് റീനൽ പോർട്ടൽ സിസ്റ്റം. റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ അത് അവർക്ക് ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. അവർക്ക് ബ്ലഡ് സിസ്റ്റം മാത്രമല്ല ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ട്, ബ്ലഡും ഉണ്ട് ലിംഫും ഉണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഇല്ലേ, അവരുടെ ലിവറും അതേപോലെ തന്നെ അവരുടെ ഇൻറ്റസ്റ്റൈനും പരസ്പരം ബ്ലഡിന്റെ സർക്കുലേഷൻ കാണിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കാണിക്കുന്നുണ്ട്, ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട് ത്രൂ ഹെപ്പാറ്റിക് പോർട്ടൽ വേ. ത്രൂ ഹെപ്പാറ്റിക് പോർട്ടൽ വേ. ഇപ്പൊ ഹെപ്പാറ്റിക് എന്ന് പറയുന്ന വാക്ക് ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ലിവർ. അപ്പൊ ലിവറിന്റെയും ഇൻറ്റസ്റ്റൈന്റെയും ഇടയിൽ ബ്ലഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അവിടെയും എന്തിന്റെ റോളില്ല, ഹാർട്ടിന്റെ റോളില്ല. സോ അതും അവർക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് ഇല്ലാത്തത് ദാറ്റ് ഇസ് ദി എന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ്സ്. എന്താണ് എന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ്സ്? അവരുടെ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCയിൽ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഓക്കെ, സോ ന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് RBC ആണ് അവർക്കുള്ളത്. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് RBC, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അവരുടെ RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ലൈക്ക് അവരുടെ RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഓക്കെ, സോ എന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഇസ് എന്യൂക്ലിയേറ്റഡ് എറിത്രോസൈറ്റ്സ്. സെറ്റ് ആയല്ലോ? ഏതാ ഡൗട്ട് ഉണ്ടോ? ഇല്ല. സോ RBCയിൽ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. RBCs ആർ ന്യൂക്ലിയേറ്റഡ് ഓർ എറിത്രോസൈറ്റ്സ് ആർ ന്യൂക്ലിയേറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് എന്യൂക്ലിയേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസ്പിറേഷൻ ബൈ ലങ്സ് ഇൻ അഡൽട്ട് ഫ്രോഗ് ഇസ് കോൾഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് അഡൽട്ട് ഫ്രോഗിൽ, നമ്മളെ വലിയ തവളയിൽ, കാരണം നമുക്കറിയാം ടാഡ്പോള്, വാൽമാക്രി വെള്ളത്തിലാണ്, അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഗിൽസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അഡൽട്ട് ഫ്രോഗിലാണ് എന്ത് നടക്കുന്നത്? ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ നടക്കുന്നത് അല്ലെ. അതിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പൊ ഫ്രോഗ് കരയിലായിരിക്കുന്ന സമയത്ത്, ടെറസ്ട്രൽ കണ്ടീഷനിലുള്ള സമയത്ത് അവർക്ക് റെസ്പയർ ചെയ്യണം. അപ്പൊ അവർ അവരുടെ ലങ്സ് യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. അതിനെന്താ വിളിക്കുക? പൾമണറി റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. ഇറ്റ് ഇസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. എന്താണ് ബക്കൽ റെസ്പിറേഷൻ? ബക്കൽ ക്യാവിറ്റിയുടെ ലൈനിങ്ങിലൂടെ, അതായത് ബക്കൽ, അതെന്താ ബക്കൽ ഇങ്ങനെ സെറ്റാണോ? ബക്കൽ ക്യാവിറ്റിയിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ബക്കൽ റെസ്പിറേഷൻ. സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ലങ്സിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് പൾമണറി റെസ്പിറേഷൻ. ഓക്കെ, സോ ഫ്രോഗിൽ 3 റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അവര് വെള്ളത്തിലിരിക്കുമ്പോഴും ഹൈബർനേഷൻ എസ്റ്റിവേഷനിൽ ഇരിക്കുമ്പോൾ അവർ സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യും, ദാറ്റ് ഇസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. പിന്നെ അവർ ബക്കൽ ക്യാവിറ്റിയുടെ ലൈനിൽ റെസ്പയർ ചെയ്യും, ബക്കൽ റെസ്പിറേഷൻ. കരയിലിരിക്കുമ്പോൾ ലങ്സിലൂടെ റെസ്പയർ ചെയ്യും, ദാറ്റ് ഇസ് പൾമണറി റെസ്പിറേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആയല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ വരെ നമുക്ക് 1 മാർക്ക് നേടാൻ കഴിഞ്ഞു. ഇപ്പൊ 1 മാർക്കിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം 2 മാർക്കിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് നോക്കാം. ഇപ്പൊ റാന ടൈഗ്രിന, എന്താ റാന ടൈഗ്രിന? നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്രോഗിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ഇന്ത്യൻ ബുൾ ഫ്രോഗിനെയാണ് നമ്മൾ റാന ടൈഗ്രിന എന്ന് വിളിക്കുക. സോ റാന ടൈഗ്രിന ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ക്ലാസ്? റാന ടൈഗ്രിന ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ആംഫിബിയ ആണോ, റെപ്റ്റീലിയ ആണോ, എയ്വ്സ് ആണോ, മമേലിയ ആണോ? ഏതിലാടാ? നമുക്കറിയാം ഫ്രോഗിന് 2 കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റും. അതായത് ഡുവൽ മോഡ് ഓഫ് ലൈഫ് ഉണ്ട് അല്ലെ. ഡുവൽ മോഡ് ഓഫ് ലൈഫ്, ഡുവൽ മോഡ് ഓഫ് ലൈഫ് ഉണ്ട്. അതായത് ദേ ക്യാൻ ലിവ് ബോത്ത് ഇൻ ടെറസ്ട്രിയൽ കണ്ടീഷൻ, അതായത് ലാൻഡ്, ആൻഡ് ഓൾസോ ഇൻ വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഇൻ അക്വാട്ടിക് കണ്ടീഷൻ. സോ ഡുവൽ മോഡ് ഓഫ് ലൈഫ്, ദേ നീഡ് ബോത്ത് ടു കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ. അതുകൊണ്ട് അവര് ആംഫിബിയൻസ് ആണ്. എന്താണ്? ആംഫിബിയൻസ് ആണ്. ഓക്കെ, സോ ദേ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ, സോ ദേ ആർ ആംഫിബിയൻസ്. പിന്നെ അവർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, പിന്നെ പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എക്വാട്ടിക് കണ്ടീഷൻ വേണം. എന്തിനു വേണ്ടിയിട്ടാ? എഗ് ലേ ചെയ്യാൻ, മുട്ടയിടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം? വാട്ടർ ആവശ്യമുണ്ട്, എക്വാട്ടിക് കണ്ടീഷൻ വേണം. ഓക്കെ, സെറ്റ് ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വാട്ട് ഈസ് കാമോഫ്ലാഷ്? ഡാഷ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഓഫ് എ ഫ്രോഗ്. എന്താണ് കാമോഫ്ലാഷ്? വാട്ട് ഈസ് കാമോഫ്ലാഷ്? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഫ്രോഗിന് ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. എന്ത് എബിലിറ്റിയാണ്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ സറൗണ്ടിങ്സിനോട് ബ്ലെൻഡ് ആവാൻ പറ്റും. അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോട് ബ്ലെൻഡ് ആവാൻ പറ്റും. അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ അവർക്ക്
തെരഞ്ഞെടുത്ത് ആ കളറായിട്ട് അവർക്ക് മാറാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ കാമോഫ്ലാഷ് എന്ന് പറയാം അല്ലെ. ദേ ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് കളർ. ഓക്കെ, ഗ്രാസിൽ ഇരുന്നാൽ ഗ്രീൻ കളറായിട്ട് മാറാൻ പറ്റും. ട്രീ ട്രങ്കിൽ ഇരുന്നാൽ അതിന്റെ കളർ എന്താണോ ബ്രൗൺ ആണോ ആ ബ്രൗൺ ആയിട്ട് മാറാൻ പറ്റും. ഇനി ട്രീ ട്രങ്ക് ഒരു ലൈറ്റ് ഗ്രീൻ ബ്രൗണിഷ് കളർ ആണോ അതായിട്ട് അവർക്ക് മാറാൻ പറ്റും. സോ ഇവർക്ക് ഇങ്ങനെ എന്താ പറയാ അവരുടെ എൻവയോൺമെന്റ് അല്ല, എന്താ പറയാ, അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സറൗണ്ടിങ് അനുസരിച്ച് അവർക്ക് കളർ മാറാനായിട്ട് പറ്റും. ഓക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോട് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് നടക്കാൻ പറ്റും. ഓക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, മിമിക് ചെയ്യാൻ പറ്റും. ഓക്കെ, അനുകരിക്കാനായിട്ട് പറ്റും. ആ കളർ ചേഞ്ച് ആണ് നമ്മുടെ കാമോഫ്ലാഷ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഉപകാരം? എന്താണ്? പെട്ടെന്ന് ഇവരെ ഒരു ജീവി പിടിക്കാൻ വന്നാൽ ആ ജീവിക്ക് ഇവരെ കണ്ടാൽ തിരിച്ചറിയില്ല. കാരണം അവര് നോക്കുമ്പോൾ എല്ലാം പച്ച, എല്ലാം ബ്രൗണ്, അതിൽ കറക്റ്റ് ഫ്രോഗ് എവിടെയെന്ന് അവർക്ക് കാണാൻ പറ്റൂല. സോ അവർക്ക് പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാം. ഇവർക്ക് ഇര പിടിക്കുമ്പോഴും ഇവർക്ക് ഈ ഒരു കാമോഫ്ലാഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഇവരുടെ ഇരകൾക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നൈസായിട്ട് പോയിട്ട് ഇരനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് കാമോഫ്ലാഷ്. ഈ പ്രൊട്ടക്റ്റീവ് കളറേഷനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് മിമിക്രി. കാരണം ഇവരെ ബാക്ക്ഗ്രൗണ്ടിനെ മിമിക് ചെയ്യാണ്, അനുകരിക്കുകയാണ്. സോ ഈ പ്രൊട്ടക്റ്റീവ് കളറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിമിക്രി. ഇറ്റ് ഇസ് കോൾഡ് ആസ് മിമിക്രി. ഓക്കെ, സെറ്റ് ആയല്ലോ. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ കറക്റ്റ് മനസ്സിലാകും. ഈ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവരെങ്ങനെയാണ് കളർ ചേഞ്ച് കാണിക്കുന്നത് എന്ന് കേട്ടോ. അപ്പം ഈ കളർ ചേഞ്ച് കാമോഫ്ലാഷ് ആണ്. ആ പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരാണ് മിമിക്രി. സെറ്റ്. 2 മാർക്സ് നമുക്ക് ഇവിടെ കിട്ടിയാണ്, ഓരോന്നിനും ഓരോ മാർക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ? എന്താണ് ഈസ്റ്റിവേഷൻ, എന്താണ് ഹൈബർനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ ഈസ്റ്റിവേഷൻ? എന്താണ് ഈസ്റ്റിവേഷൻ? ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വിന്റർ സ്ലീപ്പ്. ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സമ്മർ സ്ലീപ്പ്. ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വിന്റർ സ്ലീപ്പ്. അപ്പം ഫ്രോഗിന് ഭയങ്കരമായിട്ടുള്ള ചൂടോ ഭയങ്കരമായിട്ടുള്ള തണുപ്പോ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആ ചൂടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഷെൽട്ടർ അവർക്ക് വേണം. സോ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ കുഴി കുഴിച്ചിട്ട് ആ കുഴിയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നിരിക്കും അല്ലെ. നന്നായിട്ട് ഉള്ളിലേക്ക് ഡീപ് ബറോസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ അവര് ആ ഒരു എക്സ്ട്രീം കണ്ടീഷൻ മാറുന്നത് വരെ ഒളിഞ്ഞിരിക്കും അല്ലെ. ഇത് സമ്മർ സമയത്താണ്, അതായത് എക്സ്ട്രീം ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ദാറ്റ് ഇസ് സമ്മർ സ്ലീപ്പ് അല്ലെങ്കിൽ ഈസ്റ്റിവേഷൻ. ഇനി ഇത് എക്സ്ട്രീം കോൾഡിൽ നിന്ന് രക്ഷപ്പെടാനാണ് വിന്റർ സീസണിലാണെങ്കിൽ ദാറ്റ് ഇസ് വിന്റർ സ്ലീപ്പ് അല്ലെങ്കിൽ ഹൈബർനേഷൻ. ഓക്കെ, ആ സമയത്ത് അവര് ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ പറയില്ലേ മടിയന്മാരെ പോലെ ഒരു ആക്ടിവിറ്റിയും കാണിക്കില്ല, ഒരു വർക്കും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അവര് റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങും. അവരെ ബോഡിയിലത്തെ മെറ്റബോളിക് പ്രോസസ്സുകൾ, മെറ്റബോളിസം ഒക്കെ നന്നായിട്ട് കുറയും. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇത് രണ്ടിനും ഒരുപോലെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അവർ ആ സമയത്ത് ഇനാക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ഇനാക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ഒരു പണിയും എടുക്കാതെ, ഒരു ജോലിയും ചെയ്യാതെ, എന്താ പറയുക, ഒരു ആക്ടിവിറ്റിയും കാണിക്കാതെ അവരിങ്ങനെ ഉറങ്ങി കിടക്കും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പൊ അവരുടെ ബോഡിത്തെ മെറ്റബോളിസവും നന്നായിട്ട് കുറയും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മാറിപ്പോവാതെ സൂക്ഷിക്കുക. പല കുട്ടികളും വിന്റർ സ്ലീപ്പിന് ഈസ്റ്റിവേഷൻ എന്നും സമ്മർ സ്ലീപ്പിന് ഹൈബർനേഷൻ എന്നും എഴുതി വെക്കും. അപ്പൊ ഞാൻ തന്നെ അറിയാതെ പറഞ്ഞപ്പോൾ മാറിപ്പോയി അല്ലേ. സോ അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഞാൻ HW എന്നുള്ളത് ഓർത്തിരിക്കാൻ പറഞ്ഞത്. ഹോംവർക്ക് ഓർത്തിരുന്നാൽ മതി. H ഫോർ ഹൈബർനേഷൻ, W ഫോർ വിന്റർ സ്ലീപ്പ്. അപ്പൊ മറ്റേത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 2 ഐഡന്റിഫൈഡ് ഫീച്ചേഴ്സ് ഓഫ് ആൻ അഡൾട്ട് മെയിൽ ഫ്രോഗ്. അതായത് നമ്മുടെ വലിയ അഡൾട്ട് മെയിൽ ഫ്രോഗിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്കറിയാം ഫ്രോഗ് എന്താണ്? ഡയേഷ്യസ് ആണ്, അല്ലെങ്കിൽ അവർ യൂണിസെക്ഷൽ ആണ്. എന്ന് വെച്ചാൽ ഫ്രോഗിലെ മെയിലും ഫീമെയിലും വേറെ വേറെ ഇൻഡിവിജ്വൽസിലാണ്. മെയിൽ സെക്സ് ഓർഗൻ മെയിലിലും ഫീമെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ ബോഡിയിലുമാണ് നമുക്ക് കാണുന്നത്. അപ്പൊ രണ്ടും 2 ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. അതാണ് ഡയേഷ്യസ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവർ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്. സെക്ഷൽ ഡൈമോർഫിസം എന്താണ് മക്കളെ? സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാല് മെയിലിനെയും ഫീമെയിലിനെയും പരസ്പരം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഫീമെയിലിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ മെയിലിൽ പ്രസന്റ് ആണ്. ചില ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇറ്റ് ഇസ് ഈസി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ്. ഇതിനെയാണ് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുക. അപ്പൊ എന്താണ് ഫീമെയിലിൽ ഇല്ലാത്ത കാര്യങ്ങൾ മെയിലിലുള്ളത്? എന്താണുള്ളത്? ഒന്ന്, തവള നിങ്ങൾ ക്രാക്ക് ക്രാക്ക് എന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കുക. ഓക്കെ, ഈ മെയിൽ ഫ്രോഗിന് സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് പ്രസന്റ് ആണ്. ഈ കാണുന്നതാണ് ശബ്ദം ഉണ്ടാക്കുന്ന അവരുടെ വോക്കൽ സാക്ക്. അപ്പൊ ഇവര് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഭാഗത്ത് ഏകദേശം ഈ അടിഭാഗത്ത് അല്ലെ, വായയുടെ അടിഭാഗത്തായിട്ട് ഒരു സാധനം ഇങ്ങനെ വീർത്ത് വരും.
അല്ല, ഒരു ബോള് പോലെ, ഒരു ബബിള് പോലെ. അത് വോക്കൽ സാക്ക് ആണ്. അത് സൗണ്ട് ഉണ്ടാക്കുന്ന വോക്കൽ സാക്ക് ആണ്. അത് മെയിൽ ഫ്രോഗിന് മാത്രമേ ഉള്ളൂ. ഓക്കെ. രണ്ടാമത്തത് നമ്മുടെ മെയിൽ ഫ്രോഗിന്റെ ഫോർ ലിംബ്, അതായത് മുന്നത്തെ കാലിലെ ഫസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കിയാൽ, മുന്നത്തെ കാലിലെ ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ലിംബ്. ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ലിംബ്. ഇത് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സാധനം ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് കോപ്പുലേറ്ററി പാഡ്. എന്താണ് കോപ്പുലേറ്ററി പാഡ്? സോ കോപ്പുലേറ്ററി പാഡ് ഈസ് പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ലിംബ് ഓഫ് മെയിൽ ഫ്രോഗ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? കോപ്പുലേഷന്റെ സമയത്ത്, മേറ്റിങ്ങിന്റെ സമയത്ത് ഫീമെയിൽ ഫ്രോഗിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ കോപ്പുലേറ്ററി പാഡ് ഉള്ളത്. അങ്ങനെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ ക്ലോയേക്ക, രണ്ടുപേരുടെയും ക്ലോയേക്കയുടെ പൊസിഷൻ എന്ത് ചെയ്യുള്ളൂ, ഒരുപോലെ ഇങ്ങനെ ഒരേ പ്രൊപ്പോർഷനിൽ വരുന്നുള്ളൂ. അപ്പോഴേ അവർക്ക് ഗ്യാമീറ്റ്സിനെ ഡെപ്പോസിറ്റ് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാലേ ഗ്യാമീറ്റ്സിന് സുഖമായിട്ട് വാട്ടർ ബോഡീസിൽ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുമിച്ച് വീഴണ്ടേ, അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കണ്ടേ, എന്നാലല്ലേ അവർക്ക് ഒരേ സ്ഥലത്ത് നിന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുന്നുള്ളൂ. സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കോപ്പുലേറ്ററി പാഡ് ഉള്ളത്. അപ്പൊ കോപ്പുലേറ്ററി പാഡ് ഉള്ളത് മെയിൽ ഫ്രോഗിന്റെ ഫോർ ലിംബിലെ ഫസ്റ്റ് ഡിജിറ്റിലാണ്. അതെന്തിനാണ്? ടു ഹോൾഡ് ഫീമെയിൽ ഡ്യൂറിങ് കോപ്പുലേഷൻ. ഓക്കെ. അപ്പൊ രണ്ട് കാര്യത്തിലാണ് ഫീമെയിലും മെയിലും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ആവുന്നത്. ദാറ്റ് ഇസ് മെയിലിന് സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ഉണ്ട്, അതേപോലെ തന്നെ കോപ്പുലേറ്ററി പാഡും ഉണ്ട്. സെറ്റ് ആയല്ലോ? എടാ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ചോദിക്കും. എക്സാമിന് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ്, എന്തായാലും ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് വാങ്ങാൻ പറ്റും. വാട്ട് ഈസ് ദ പാത്വേ ഓഫ് ഡൈജഷൻ ഇൻ ഫ്രോഗ്? അതായത് ഫ്രോഗില് ഡൈജഷൻ നടക്കുന്ന പാത്വേ എങ്ങനെയാടാ? എന്താണ്? അപ്പം ഡൈജഷൻ നടക്കണമെങ്കിൽ ആദ്യം ഫുഡ് കഴിക്കണം. അപ്പൊ ഇവർ ഫുഡ് കഴിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാ? ഒന്ന് അവരുടെ വായ ഉപയോഗിച്ചിട്ട്. ആ വായന്റെ ഉള്ളിൽ എന്തുണ്ട്? ബൈലോബ്ഡ് ടങ്ക് ഉണ്ട് കേട്ടോ. ബൈലോബ്ഡ് ടങ്ക്. എന്താ ബൈലോബ്ഡ് ടങ്ക് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ബൈലോബ്ഡ് ടങ്ക്? അവരുടെ നാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ. നാവില് 2 ലോബ്സ് ഉണ്ട്. ആ ലോബുകളുടെ ഇടയിലാണ് ഇവർ ഇൻസെക്റ്റിനെ കൊടുക്കുക. എന്നിട്ടാണ് അവർ ഉള്ളിലേക്ക് അതിനെ വലിച്ചെടുക്കുക. ഓക്കെ. സോ അവരുടെ ടങ്ക് യൂസ് ചെയ്തിട്ട് ഇര പിടിക്കും. ഓക്കെ. സോ മൗത്തിൽ ടങ്ക്. ഇനി ആ ഇര നേരെ ഉള്ളിലേക്ക് കയറുമല്ലേ, അതായത് മൗത്തിന്റെ ഉള്ളിലുള്ള ക്യാവിറ്റി, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ബക്കൽ ക്യാവിറ്റി. അപ്പൊ ബക്കൽ ക്യാവിറ്റിയിലേക്ക് എത്തി. അപ്പൊ ഇഞ്ചക്ഷൻ അതോടുകൂടി കഴിഞ്ഞു, അതായത് ഫുഡ് ക്യാപ്ചർ കഴിഞ്ഞു. എന്നിട്ട് ഈ ഫുഡ് നേരെ ഈ ഫാരിങ്സിലൂടെ എങ്ങോട്ടേക്ക് നീങ്ങും? ഈസോഫാഗസിലേക്ക് നീങ്ങും. അപ്പൊ ഈസോഫാഗസിൽ ഫുഡ് എത്തുന്നു. ഈസോഫാഗസിൽ നിന്ന് ഫുഡ് നേരെ മൂവ് ചെയ്യുന്നത് സ്റ്റൊമക്കിലേക്കാണ്. അപ്പൊ അവർക്ക് സ്റ്റൊമക്ക് ഉണ്ട് അല്ലെ? സ്റ്റൊമക്ക് ഉണ്ട്. ഈ സ്റ്റൊമക്കിൽ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ഇന്നർ വോളിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ആ ഗ്യാസ്ട്രിക് ജ്യൂസിൽ HCl ഒക്കെ ഉണ്ട്. അത് ഫുഡിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് ഫുഡിനെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോമിലേക്ക് മാറ്റും. ദാറ്റ് ഇസ് കൈം. ഓക്കെ. ഈ കൈമ് ഇനി സ്റ്റൊമക്കിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഇന്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യും. ഇന്റസ്റ്റൈനിന്റെ ഫസ്റ്റ് പാർട്ട് ഓർ ഇനീഷ്യൽ പാർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഡുവോഡിനം. ഡുവോഡിനത്തിൽ ഫുഡ് കുറച്ചു നേരം ഇരിക്കും. കാരണം ഡുവോഡിനത്തിലേക്ക് നമ്മുടെ ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും വരും. എന്നിട്ട് ബൈല് ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യും. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. ഇത് നടക്കുന്നത് ഡുവോഡിനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഫുഡിന്റെ ഒരു ഡൈജഷൻ അവിടെ നടന്നല്ലേ. എന്നിട്ട് മെല്ലെ മെല്ലെ ഫുഡ് നമ്മുടെ ഇന്റസ്റ്റൈനിന്റെ ഈല്യത്തിലൂടെയൊക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. സോ ഇന്റസ്റ്റൈനിലൂടെ മൂവ് ചെയ്ത് അവരുടെ ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആകും. അതിന്റെ കൂടെ തന്നെ ഇന്റസ്റ്റൈനിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. എന്താ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്? അതായത് ഇന്റസ്റ്റൈനിന്റെ വാൾസിൽ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ വില്ലൈ എന്നാണ് വിളിക്കുക. ഈ വില്ലസുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ന്യൂട്രിയൻസിനെ മുഴുവനും അബ്സോർബ് ചെയ്യും. ഓക്കെ. അങ്ങനെ അബ്സോർപ്ഷനും നടന്നു. ഇനി ഉണ്ടാവുന്നത് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മാത്രം. ആ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? രക്തത്തിലേക്ക് മൂവ് ചെയ്യും. രക്തത്തിൽ നിന്ന് അത് ക്ലോയേക്കയിലേക്ക് എത്തും. ക്ലോയേക്കയിൽ എത്തിയ ഈ വേസ്റ്റിനെ നമ്മുടെ ക്ലോയേക്കൽ എപ്പേർച്ചർ പുറത്തേക്ക് തള്ളുന്നു. അതായത് ക്ലോയേക്കയുടെ ഓപ്പണിംഗ് ആണ് ക്ലോയേക്കൽ എപ്പേർച്ചർ അല്ലെ, ഗേറ്റ്. അതുവഴി ഈ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ഫീക്കസ് പുറത്തേക്ക് പോകും. ഇതാണ് ഫ്രോഗിന്റെ ഡൈജഷന്റെ പാത്വേ. സോ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക, ലേബൽ ചെയ്യാൻ പഠിക്കുക. സോ നോക്കിക്കടാ, ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന്, അതായത് മൗത്ത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് നേരെ ഈസോഫാഗസിലേക്ക് എത്തുന്നു. ഈസോഫാഗസ് നേരെ തുറക്കുന്നത് ഈ കാണുന്ന സ്റ്റൊമക്കിലേക്കാണ്. സ്റ്റൊമക്ക് നേരെ തുറക്കുന്നത് ഇന്റസ്റ്റൈനിലേക്കാണ്. ഇന്റസ്റ്റൈൻ നേരെ എത്തുന്നത് ഈ കാണുന്ന രക്തത്തിലേക്കാണ്. രക്തം നേരെ എത്തുന്നത് ക്ലോയേക്കയിലേക്കാണ്. ക്ലോയേക്കയുടെ ഓപ്പണിംഗ് ആണ് ക്ലോയേക്കൽ എപ്പേർച്ചർ. പിന്നെ ഇവിടെ എന്തുണ്ട്?
ലിവർ ഉണ്ട്, ലിവർ ആണ് ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത് ഈ കാണുന്ന ഗോൾ ബ്ലാഡർ ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അത്രയുമാണ് നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡൈജഷന്റെ പാത്വേ പഠിക്കുക, ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുക, പാർട്സ് ലേബിൾ ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിക്കണം. സെറ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോസും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവും കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഫ്രോഗ്? നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തൊക്കെയാണ് ഫ്രോഗിലുള്ള പല ടൈപ്പ് റെസ്പിറേഷൻ? അപ്പൊ നമുക്കറിയാം ഫ്രോഗിന് 3 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. ഒന്ന്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലങ്സിലൂടെ റെസ്പയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അവർ ലാൻഡിലുള്ളപ്പം അവർ ലങ്സിലൂടെയാണ് റെസ്പയർ ചെയ്യുക. പിന്നെ അവർക്ക് സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യാൻ പറ്റും, അതായത് അവർ വാട്ടറിലുള്ളപ്പം. പിന്നെ വിന്റർ സ്ലീപ്പ്, സമ്മർ സ്ലീപ്പ്, ആ സമയത്തും അവരെന്താ ചെയ്യുന്നത്, സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത് കേട്ടോ. വിന്റർ സ്ലീപ്പ്, സമ്മർ സ്ലീപ്പ്, സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത്. അതേപോലെ അവർക്ക് ബക്കൽ ക്യാവിറ്റി, അവരുടെ വായയുടെ ഉള്ളിലുള്ള ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റിയുടെ ലൈനിങ് അല്ലെ, അതിലൂടെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പയർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ഫ്രോഗ്. ലങ്സിലൂടെ റെസ്പയർ ചെയ്യുന്നതിനെ നമ്മൾ പൾമണറി റെസ്പിറേഷൻ എന്ന് വിളിക്കും. ലങ്സിലൂടെ റെസ്പയർ ചെയ്താൽ ദാറ്റ് ഇസ് പൾമണറി റെസ്പിറേഷൻ. സ്കിന്നിലൂടെ റെസ്പയർ ചെയ്താൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ബക്കൽ ക്യാവിറ്റിയിലൂടെ റെസ്പയർ ചെയ്താൽ ദാറ്റ് ഇസ് ബക്കൽ റെസ്പിറേഷൻ. ബക്കൽ ക്യാവിറ്റിയിലൂടെ റെസ്പയർ ചെയ്താൽ ദാറ്റ് ഇസ് buccal respiration. Okay, so frog shows 3 modes of respiration: pulmonary through lungs, cutaneous through skin, and buccal through buccal cavity. Set ayallo? Okay. Artha question: how are frogs beneficial for mankind? അതായത് തവളനെ കാണുമ്പോൾ അതാ തവള, അയ്യോ തവള എന്ന് പറയല്ലാതെ ഈ ഫ്രോഗിനെ കൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണ്? ഒരു ഉപകാരം ഇല്ലാത്ത ജീവിയല്ല ഫ്രോഗ്. നമുക്ക് ഫ്രോഗിനെ കൊണ്ട് കുറെ ഉപകാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാ ചോദിക്കുന്നത്. ഒന്ന്, നമ്മൾ ഈ കൃഷിസ്ഥലത്ത് കുറെ പെസ്റ്റ് വരും, കുറെ ഇൻസെക്ട്സ് വരും. അതായത് കൃഷി നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രോപ്സിനെ നശിപ്പിക്കാനായിട്ട് കുറെ ഇൻസെക്ട്സ് വരും അല്ലെ. ആ ഇൻസെക്ട്സിനെ നമുക്ക് ബയോളജിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഫ്രോഗ്സിനെ യൂസ് ചെയ്തിട്ട്. കാരണം ഫ്രോഗ്സിന്റെ മെയിൻ ഫുഡാണ് ഇൻസെക്ട്സ്, ഇൻസെക്റ്റിന്റെ ലാർവയൊക്കെ. അപ്പൊ ഇവരെന്താ ചെയ്യുക, അതിനെയൊക്കെ കഴിക്കും. അപ്പൊ നമുക്ക് ക്രോപ്പിനെ ഇൻസെക്ട്സിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ ഫുഡ് ചെയിൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. ആക്ച്വലി നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ്, ഇക്കോളജിക്കൽ ബാലൻസ്, ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് ചെയിൻ, അതേപോലെ ഫുഡ് വെബ്. സോ ഫ്രോഗ് എന്ന് പറയുന്നത് ഈ ഫുഡ് ചെയിനിലെ ഒരു പ്രധാനപ്പെട്ട കണക്റ്റിംഗ് ലിങ്ക് ആണ്. അതേപോലെ ഫുഡ് വെബിലെ ഒരു പ്രധാനപ്പെട്ട കണക്റ്റിംഗ് ലിങ്ക് ആണ്. ഇപ്പോൾ ഒരു കണക്റ്റിംഗ് ലിങ്ക് ഇവിടെ നഷ്ടപ്പെട്ടാൽ തന്നെ ഫുഡ് ചെയിനും ഫുഡ് വെബും താളം തെറ്റും. അതായത് നമ്മളെ എക്കോസിസ്റ്റത്തിന്റെ താളം തെറ്റും, ഇക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടും. സോ നമുക്ക് ഫ്രോഗ് വളരെ വളരെ അത്യാവശ്യമുണ്ട് ഫോർ ദി ബാലൻസ് ഓഫ് ഇക്കോസിസ്റ്റം, ബിക്കോസ് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് ലിങ്ക് ഇൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. സെറ്റ് ആയല്ലോ. മൂന്നാമത്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ, പക്ഷെ ചിന്തിക്കണം. നമ്മളെ ലോകത്ത് പല പല രാജ്യത്ത് പല പല ഫുഡാണല്ലോ. അപ്പൊ ചില രാജ്യങ്ങളില് ഫ്രോഗിന്റെ ലെഗ് അവര് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫ്രോഗിന്റെ ലെഗ്, ഫ്രോഗിനെ പിടിച്ച് അതിനെ കട്ട് ചെയ്ത് അതിന്റെ ലെഗ് എടുത്ത് അവര് പൊരിച്ചിട്ടും അല്ലാതെയൊക്കെ അവർ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫുഡ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഫ്രോഗിനെ കൊണ്ട് ഉപകാരമായിട്ടുള്ളത്. ഒന്ന്, ക്രോപ്സിനെ നശിപ്പിക്കാൻ വരുന്ന ഇൻസെക്ട്സിനെ അവർ ഫുഡാക്കി കഴിച്ചോളും, അവർ ഫീഡ് ചെയ്യും. അപ്പൊ നമുക്ക് ക്രോപ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ചെയിൻ, ഫുഡ് വെബിലൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ലിങ്ക് ആണ്. സോ ഇക്കോളജിക്കൽ ബാലൻസിന് ഇവർ ആവശ്യമാണ്. പിന്നെ ഇവർ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഫുഡാണ്. പോരെ, ഇത്രയും മതി അവരെ കൊണ്ടുള്ള ഉപകാരം. ഇതിൽ കൂടുതലൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പൊ ഫ്രോഗ് വെറുതെ ഉള്ള ഒരു ജീവിയല്ല, നല്ല ഉപകാരമുള്ള ജീവിയാണ്. റൈറ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ ബ്രെയിൻ ഓഫ് ഫ്രോഗ്. അതായത് ഫ്രോഗിന്റെ ബ്രെയിനില് നല്ല ഒരു ബ്രീഫ് നോട്ട് നമ്മൾ കൊടുക്കണം. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഫ്രോഗിന്റെ നെർവസ് സിസ്റ്റം ആണ് അവരുടെ ബോഡിയുടെ കൺട്രോളും കോർഡിനേഷനും ചെയ്യുന്നത്. സോ ഫ്രോഗിന് ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് 2 ആക്കി മാറ്റാൻ പറ്റും. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 പേര് വരുന്നുണ്ട്. ആരൊക്കെയാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന 2 പേര്? ഒന്ന് ബ്രെയിൻ,
മറ്റൊന്ന് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 2 പേര് വരുന്നുണ്ട്. ഒന്ന് ബ്രെയിനിന്റെ ക്രേനിയൽ നെർവ്സും പിന്നെ ഒന്ന് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സ്പൈനൽ നെർവ്സും. ക്രേനിയൽ നെർവ്സ് മൊത്തം 10 പെയേഴ്സ്. ഓക്കെ, ഇത് കൂടാതെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം വരുന്നത്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ആളായ, അതായത് ഇവരുടെ ബോഡിയുടെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ബ്രെയിനിനെ കുറിച്ചാണ്. ബ്രെയിനിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബ്രെയിനിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ഫോർ ബ്രെയിൻ, 2 മിഡ് ബ്രെയിൻ, 3 ഹൈൻഡ് ബ്രെയിൻ. എന്തൊക്കെയാണ്? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനില് 3 ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാണ് ആ 3 പേര്? ഒന്ന് ഓൾഫാക്ടറി ലോബ്, 2 സെറിബ്രൽ ഹെമിസ്ഫിയർ. ഓക്കെ, അതായത് പെയേർഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. 3 അൺപെയേർഡ് ഡയൻസിഫാലോൺ. Okay, so forebrain consists of olfactory lobe, paired cerebral hemisphere and unpaired diencephalon. Okay, അപ്പോൾ ഈ ഭാഗമാണ് forebrain. അതിൽ ഈ കാണുന്നതാണ് olfactory lobe, ഈ കാണുന്നതാണ് cerebral hemisphere and this one is diencephalon. ഇനി mid brainൽ വരുന്നത് ആകെ ഇതെന്താടാ, ഇടയ്ക്ക് നമ്മളെ പെന്നിന് ഇങ്ങനത്തെ ഒരു കളി ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ മിഡ് ബ്രെയിനിൽ വരുന്നത് പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് മാത്രമാണ്. മിഡ് ബ്രെയിനിൽ വരുന്നത് ഈ കാണുന്ന പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് മാത്രമാണ്. ഇതാണ് ഒപ്റ്റിക് ലോബ്സ്. ഇനി ഹൈൻഡ് ബ്രെയിനിൽ 2 പേര് വരുന്നുണ്ട്. ഒന്ന് സെറിബെല്ലം, മറ്റൊന്ന് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഈ കാണുന്നത് സെറിബെല്ലം ആൻഡ് ദിസ് വൺ ഈസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇങ്ങനെയാണ് നമുക്ക് ബ്രെയിനെ എന്ത് ചെയ്യാൻ പറ്റുക? ഡിവൈഡ് ചെയ്യാൻ പറ്റുക. മിഡ് ബ്രെയിനിൽ പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് മാത്രമേ ഉള്ളൂ. ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലോ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ഫോർ ബ്രെയിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾഫാക്ടറി ലോബ്സ്, പെയർ ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആൻഡ് അൺപെയർഡ് ഡയൻസിഫാലോൺ. അപ്പൊ ഓൾഫാക്ടറി ലോബ് എന്താണ്? ഓൾഫാക്ഷൻ എവിടെ കേട്ടാലും മനസ്സിലാക്കിക്കോളുക. നമ്മളെ സ്മെല്ലിനെ സെൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓൾഫാക്ഷൻ. ഇപ്പൊ ഓൾഫാക്ടറി ലോബ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെയാ കൺട്രോൾ ചെയ്യുക? ഫ്രോഗിന് ചുറ്റിലുമുള്ള സ്മെല്ലിനെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഫ്രോഗിന് അവരുടെ ചുറ്റിലുമുള്ള സ്മെല്ലൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ സെൻസ് ഓഫ് സ്മെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓൾഫാക്ടറി ലോബാണ്. അടുത്തത് മിഡ് ബ്രെയിനിൽ എന്താ വരുന്നത്? പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് മാത്രം. അപ്പൊ ഒപ്റ്റിക് എന്ന് പറയുന്ന എന്താ പറയാ വേർഡ് ഓൾവേസ് റിലേറ്റഡ് ടു ഐസ് ആണ് അല്ലെ. സോ ഇവിടെ ഒപ്റ്റിക് ലോബ്സ് എന്തിനെ കൺട്രോൾ ചെയ്യും? ഫ്രോഗിന്റെ വിഷൻ, കാഴ്ച. ഫ്രോഗിന് പെയർ ഓഫ് ബൾജ്ഡ് ഐസ് ഉണ്ട്. ആ ഐസ് എന്തിനാ? ചുറ്റിലുള്ളത് കാണാൻ വേണ്ടിയിട്ടാ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ കാഴ്ചയുണ്ട്, വിഷൻ ഉണ്ട് അല്ലെ. സോ ഈ വിഷനെ കൺട്രോൾ ചെയ്യുന്നത് ഒപ്റ്റിക് ലോബ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിലാണ് സെറിബെല്ലവും മെഡുല്ല ഒബ്ലോങ്കേറ്റയും ഉള്ളത്. സെറിബെല്ലം ചെയ്യുന്നത് അവരുടെ ബോഡിയുടെ ബാലൻസിങ് ആണ്. നമ്മളെ ബോഡിയിലും സെറിബെല്ലം തന്നെയാണ് നമ്മളെ ബോഡി ബാലൻസിങ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയും സെറിബെല്ലം എന്താ ചെയ്യുക? ഫ്രോഗിന്റെ ബോഡിയുടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, ബോഡിയുടെ ബാലൻസിങ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സെറിബെല്ലം. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് എന്താ? ശരിക്കും മെഡുല്ല ഒബ്ലോങ്കേറ്റ ഫൊറാമൻ മാഗ്നം വഴി എന്തിനോട് കണക്റ്റഡ് ആണ്? സ്പൈനൽ കോഡിനോട് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ മെഡുല്ല ഒബ്ലോങ്കേറ്റ പാസസ് ത്രൂ ഫൊറാമൻ മാഗ്നം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു സ്പൈനൽ കോഡ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത് എവിടെ വരെയാണ് സ്പൈനൽ കോഡ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്? അതായത് ട്രങ്കിന്റെ ടിപ്പ് വരെ, ട്രങ്കിന്റെ അറ്റം വരെ. ഇനി സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? വെർട്ടിബ്രൽ കോളം. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ ഇവിടെ? ഇവരെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ. സോ ആ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എവിടെയാ? ഒരു പെട്ടിയുടെ ഉള്ളിലാ. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ബ്രെയിൻ ബോക്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്കൾ എന്ന് വിളിക്കും അല്ലെ. തലയോട്ടി. അല്ലെങ്കിൽ എന്ത് വിളിക്കും? ക്രേനിയം എന്ന് വിളിക്കും. ഓക്കെ, 3 ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? ഇവരുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റ വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇവരുടെ റെസ്പിറേഷൻ, അതിനെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യാം. ഡൈജഷൻ, അതിനെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള ബാക്കി എല്ലാ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കേണ്ട ഫങ്ഷൻസ് ഇല്ലേ, അതായത് ലൈക്ക് ഇൻവോളണ്ടറി ഫങ്ഷൻസ്, ഇവരുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കുറെ ഫങ്ഷൻസ് അല്ലേ, റെസ്പിറേഷൻ, ഡൈജഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്.
പിന്നെ ഇവരുടെ മസ്കുലാർ കോർഡിനേഷൻ, മസിൽസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യണ്ടേ, അത് ചെയ്യുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. പിന്നെ ഇവരുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. ഫ്രോഗിന് ഒരു പ്രത്യേക പോസ്ചർ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. ഓക്കെ, സോ ബ്രെയിനിലെ പാർട്സ് പറഞ്ഞു, അതിന്റെയൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും എഴുതിയാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 3 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ബ്രെയിൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡിഫറെന്റ് സെൻസ് ഓർഗൻസ് ഇൻ ഫ്രോഗ്. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രോഗിനും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അവർക്ക് അതിനനുസരിച്ചുള്ള എന്തുണ്ട്? സെൻസ് ഓർഗൻസ് ഉണ്ട്. സോ ഫ്രോഗിന്റെ സെൻസ് ഓർഗൻസ് എന്തൊക്കെയാണ്? ഒന്ന്, അവർക്ക് തൊട്ടാ മനസ്സിലാകും, ടച്ച് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ലൈക്ക് സോയിലിലെ ടച്ച് മനസ്സിലാവുന്നുണ്ട്, വാട്ടറിന്റെ ടച്ച് മനസ്സിലാവുന്നുണ്ട്, അവരെവിടെ ഇരിക്കുന്നതൊക്കെ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഓർഗൻസ് ഓഫ് ടച്ച് അവരിൽ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഓർഗൻസ് ഓഫ് ടച്ച് എന്താ? സെൻസറി പാപ്പില്ലേ. ഓർഗൻസ് ഓഫ് ടച്ച് എന്താണ്? സെൻസറി പാപ്പില്ലേ. പിന്നെ അവർ കഴിക്കുന്ന ഫുഡ്, ഇൻസെക്റ്റിന്റെ ഒക്കെ ടേസ്റ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പല ടൈപ്പ് ഇൻസെക്റ്റ് ആണ്, ഏതാണ് ഏറ്റവും രുചി കൂടുതൽ, അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരുടെ ടങ്കില് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് ചുറ്റിലുമുള്ള സ്മെല്ലൊക്കെ തിരിച്ചറിയുന്നുണ്ട് അല്ലെ. അപ്പൊ സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? നെയ്സൽ എപ്പിത്തീലിയം ഉണ്ട്. എന്തുണ്ട്? നെയ്സൽ എപ്പിത്തീലിയം ഉണ്ട്. ഓക്കെ, നെയ്സൽ എപ്പിത്തീലിയം ഉണ്ട്. പിന്നെ അവർക്ക് 2 ബൾജ്ഡ് ഐസ് ഉണ്ട് അല്ലെ. ദാറ്റ് ഇസ് ഫോർ കാഴ്ച, വിഷൻ. ചുറ്റിലുള്ളതൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ വിഷന് വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ഐസ് പ്രസന്റ് ആണ് കേട്ടോ. ആൻഡ് ഹിയറിംഗിന് വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ടിംപാനം ഉണ്ട്. ഇത് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? അവരുടെ ബോഡിയുടെ ബാലൻസിങ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെറിബെല്ലം. ഇപ്പൊ നമ്മളെ ബോഡിയുടെ ബാലൻസിങ് ചെയ്യുന്നത് ഇയർ ആണ്. ഇയർ ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെറിബെല്ലം. സെറിബ്രത്തിന്റെ കൺട്രോൾ ഉണ്ട്, അത് ചെവി കേൾക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ ചോദിച്ചത് ബോഡി ബാലൻസിങ്ങിന്റെ കാര്യം. ബോഡി ബാലൻസിങ് ഇപ്പൊ നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് ഇയർ ആണ്. ഇയർ ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെറിബെല്ലം. ഫോർ ദാറ്റ് ഇവർക്കും അതുപോലെ തന്നെ ഹിയറിംഗ് ചെയ്യുന്നത് ടിംപാനമാണ്. ഈ ആള് തന്നെയാണ് ഇവരുടെ ബോഡി ബാലൻസിങ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഇസ് ഓൾസോ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെറിബെല്ലം. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പം ചുറ്റിലുള്ളത് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തുണ്ട്? മെംബ്രേനിയസ് ടിംപാനം ഉണ്ട്. അവർക്ക് പിന്നെ ഇല്ല, എക്സ്റ്റേണൽ ഇയർ ഇല്ല. സൗണ്ട് സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ടിംപാനം തന്നെയാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. ഓക്കെ, സോ ഇവിടെ ഐസും അതേപോലെ ഇയറും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ, കണ്ണും ചെവിയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ എന്താ പറയാ, ഇവരുടെ നെർവ്സ് ഇല്ലേ, നെർവ്സ്, അതിന്റെ എൻഡിങ്സ് ഇല്ലേ, നെർവ് എൻഡിങ്സില് ജസ്റ്റ് ഒരു സെല്ലുലാർ എഗ്രിഗേഷൻസ് പോലെയാണ് കാണുന്നത്. അതായത് ഒരു കൂട്ടം സെൽ ക്ലസ്റ്റർ അല്ലെങ്കിൽ സെൽ എഗ്രിഗേഷൻ പോലെയാണ് ബാക്കി ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എക്സെപ്റ്റ് എന്ത്? ഐസ് ആൻഡ് ഇയേഴ്സ്. സെറ്റ് ആയല്ലോ. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് സെൻസ് ഓർഗൻസ് ഓഫ് ഫ്രോഗ്? പറഞ്ഞേ. ഓർഗൻസ് ഓഫ് ടച്ച്, ദാറ്റ് ഇസ് സെൻസറി പാപ്പില്ലേ. ടേസ്റ്റ് അറിയാൻ ടേസ്റ്റ് ബഡ്സ്, സ്മെൽ അറിയാൻ നേസൽ എപ്പിത്തീലിയം, കണ്ണ് കാണാൻ വിഷൻ, ഐസ് ഉണ്ട്. ഹിയറിംഗിന് വേണ്ടിയിട്ട് ടിംപാനം ഉണ്ട്. അപ്പൊ ഐസിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത പറയാനുള്ളത് ബൾജ്ഡ് ഐസാ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് യൂറിറ്റേഴ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ്. അതായത് മെയിൽ ഫ്രോഗിലും ഫീമെയിൽ ഫ്രോഗിലും യൂറിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പൊ നമുക്കറിയാം 2 പേർക്കും 2 യൂറിറ്റേഴ്സ് ഉണ്ട്. 2 യൂറിറ്റേഴ്സ് ആണ് ഉള്ളത്. അതായത് ഇത് കിഡ്നി ആണെങ്കിൽ കിഡ്നിയിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? 2 യൂറിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ. യൂറിറ്റേഴ്സ് വരുന്നുണ്ട്. ഇതെന്താണ്? കിഡ്നിയാണ്. ഓക്കെ, സോ ഓരോരോ കിഡ്നിയിൽ നിന്നും ഓരോരോ യൂറിറ്റേഴ്സ് വരുന്നുണ്ട്. മെയിൽ ഫ്രോഗിന്റെ കേസ് നമ്മളെടുത്ത് നോക്കാം. മെയിൽ ഫ്രോഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഡ്നി യൂറിനെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ടെസ്റ്റസ് ഉണ്ടാക്കുന്ന സ്പേം നേരെ എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? നമ്മളെ കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ഈ പെട്ടി കണ്ടതുകൾ, അതാണ് ബിഡേഴ്സ് കനാൽ. ഓക്കെ, അപ്പൊ കിഡ്നി യൂറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കിഡ്നി എന്തിനെ കളക്ട് ചെയ്യുന്നുണ്ട്? സ്പേമിനെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ കിഡ്നിയിൽ നിന്ന് ഇവരുടെ ഈ കാണുന്ന യൂറിറ്ററിലേക്ക് എന്തൊക്കെ വരും? യൂറിനും വരും, അതേപോലെ തന്നെ സ്പേമും വരുന്നുണ്ട്. സോ അതിനെ നമുക്ക് യൂറിനോ ജനൈറ്റൽ ഡക്ട് എന്ന് പറയാം. അപ്പൊ മെയിൽ ഫ്രോഗില് അവരുടെ യൂറിറ്റർ എന്ന് പറയുന്നത് 2 കാര്യങ്ങളെ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ 2 കാര്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, പാസ് ചെയ്യിക്കാനുള്ളതാണ്. ഒന്ന് യൂറിൻ, ഒന്ന് അവരുടെ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേം. അതുകൊണ്ട് ആ യൂറിറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂറിനോ ജനൈറ്റൽ ഡക്ട് എന്ന് വിളിക്കാം. യൂറിൻ ജനൈറ്റൽ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗാമീറ്റ്, ദാറ്റ് ഇസ് സ്പേം. സോ ഇറ്റ് ഈസ് യൂറിനോ ജനൈറ്റൽ ഡക്ട്.
ഓക്കെ, യൂറിനോ ജനൈറ്റൽ ഡക്ട് നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? ക്ലോയേക്കയിലേക്കാണ്. സെറ്റായോ? ഇത് നമ്മുടെ മെയിൽ ഫ്രോഗിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ മെയിൽ ഫ്രോഗിന് 2 യൂറിറ്റേഴ്സ് ഉണ്ട്, ഓരോന്നും ഓരോ കിഡ്നിയിൽ നിന്ന് വരുന്നതാണ്. അത് യൂറിനോ ജനൈറ്റൽ ഡക്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ബോത്ത് യൂറിൻ ആൻഡ് സ്പേം, ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ക്ലോയേക്ക. ഇനി ഫീമെയിൽ ഫ്രോഗിനെ കുറിച്ച് പറഞ്ഞാല്, ഫീമെയിൽ ഫ്രോഗില് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓവറിയും കിഡ്നിയും തമ്മിൽ ഒരു ഫങ്ഷണൽ കണക്ഷനും ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവരെ ടെസ്റ്റസും ഇവരെ കിഡ്നിയും തമ്മിൽ മീസോർക്കിയം വഴി കണക്റ്റഡ് ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടെസ്റ്റസിൽ നിന്ന് സ്പേമിനെ വാസ എഫ്രൻഷ്യ വഴി കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. കാരണം മീസോർക്കിയം എന്തിനെ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റസിനെ കിഡ്നിയും ഫങ്ഷണലി കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഓവറിയും കിഡ്നിയും തമ്മിൽ പരസ്പരം ഒരു കണക്ഷനും ഇല്ല. ഓവറിയിൽ ഉണ്ടാകുന്ന എഗ് നേരെ കളക്റ്റഡ് ആവുന്നത് എങ്ങോട്ടാ? ഓവിഡക്റ്റിലേക്ക്. ഇതാണ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റ് നേരെ എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്? ക്ലോയേക്കയിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഓവറിയിലുള്ള ഓവം നമ്മൾ ഓവിഡക്റ്റ് വഴി നേരെ ക്ലോയേക്കയിലേക്ക് എത്തും. ഇനി കിഡ്നിയിൽ എന്തുണ്ടാവുന്നുണ്ട്? യൂറിൻ ഉണ്ടാവുന്നുണ്ട്. ആ യൂറിൻ അവരുടെ യൂറിറ്ററിലേക്ക് എത്തും. യൂറിറ്റർ അതിനെ നേരെ ക്ലോയേക്കയിലേക്ക് എത്തിക്കും. ഓക്കെ, സോ രണ്ടും വേറെ വേറെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലോയേക്കയിൽ കണക്റ്റഡ് ആവുന്നത് കേട്ടോ. ഓവിഡക്റ്റ് വഴി ഓവം ക്ലോയേക്കയിലെത്തും. എന്താ പറയാ, കിഡ്നിയിൽ ഉണ്ടായിട്ടുള്ള യൂറിൻ യൂറിറ്റർ വഴി നേരെ ക്ലോയേക്കയിലേക്ക് എത്തും. സോ ഇവരുടെ ഫങ്ഷൻ ഓഫ് യൂറിറ്റർ എന്ന് പറയുന്നത് ഓൺലി ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് യൂറിൻ ഫ്രം കിഡ്നീസ് ടു ദി ക്ലോയേക്ക. ഓക്കെ, അപ്പൊ ഫീമെയിലില് യൂറിറ്ററും ഓവിഡക്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലോയേക്കയിലേക്ക് ഓപ്പൺ ആവുന്നത്. സോ ഫീമെയിലില് യൂറിറ്റർ എന്ന് പറയുന്നത് എന്ത് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ? യൂറിൻ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. സെറ്റ് ആയിടാ മക്കളെ. അപ്പൊ ഇത് ഇവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ക്ലാസ് നിങ്ങൾ കാണുക. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസിൽ ഫ്രോഗിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രോഗിന്റെ തുടക്കം മുതൽ മോർഫോളജി, അനാട്ടമി, അതിലെ എല്ലാ സിസ്റ്റംസും ഓർഗൻ സിസ്റ്റംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലത്തെ എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ. ഇനി ആർക്കും ഈ ചാപ്റ്റർ ടഫ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രോഗ് നമ്മൾ സെറ്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചു. അതിന്റെ ക്ലാസ്സസ് ഞാൻ തന്നിട്ടുണ്ട്, അതിരുന്ന് കാണുക. അതേപോലെ തന്നെ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്, കാണുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വെരി വെരി ഈസി ആയിക്കോളും. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് കഴിഞ്ഞട മക്കളെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ വേദാന്തു മലയാളത്തിന് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ആൻഡ് QR കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് വേദാന്തു +1 +2 മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ടെലഗ്രാമിൽ ആ ഗ്രൂപ്പ് കിട്ടും, ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ടെലഗ്രാമിൽ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും എല്ലാം കൊടുക്കുന്നതായിരിക്കും. നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. പെട്ടെന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി മതി. ഓക്കെ, സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. സോ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു അധ്യയന വർഷത്തിൽ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആൾക്കാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.